السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ക്ലാസുകൾ നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഹദീസുകളിൽ വന്നിട്ടുള്ള അതിന്റെ ചെറിയ അടയാളങ്ങൾ. ഇന്നു മുതൽ ചർച്ച ചെയ്യുന്നത് വലിയ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. അൽ അഷ്റാത്തു അൽ കുബ്ര. പല ഹദീസുകളിലായി 10ഓളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വഹീഹായ പല ഹദീസുകളിലും ഈ കാര്യം വ്യക്തമായ സംഗതിയാണ്. എന്നാൽ അതിൽ ഏതാണ് ആദ്യം ഉണ്ടാവുക, ഏതാണ് അവസാനം സംഭവിക്കുക എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. കാരണം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളിൽ ഒരേ സഹാബികളിൽ നിന്ന് തന്നെ വ്യത്യസ്ത ഹദീസുകൾ നമുക്ക് കാണാം. ഒരു ഹദീസിൽ കാണുന്ന ആദ്യത്തെ സംഭവമല്ല അതേ സഹാബി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള വേറെ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ 10 കാര്യങ്ങളിൽ 1, 2, 3, 4 അങ്ങനെ 10 വരെ ഒരേ ക്രമം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഏതാണ് ആദ്യത്തേത്, പിന്നെ ഏതാണ് ഉണ്ടാവുക എന്ന വിഷയത്തിൽ. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സഹീഹിൽ ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് വരികയും എന്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുകയും ചെയ്തു. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അന്ത്യസമയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹ ലൻ തഖൂമ ഹത്താ തറൗന ഖബ്ലഹ 10 ആയാത്ത്. 10 അടയാളങ്ങൾ, ആയാത്തുകൾ നിങ്ങൾ കാണുന്നതിന്റെ മുമ്പ് അന്ത്യസമയം ഉണ്ടാവുകയില്ല. അപ്പോ അന്ത്യസമയം സംഭവിക്കുന്നതിന് മുമ്പ് 10 കാര്യങ്ങൾ നടക്കാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10 കാര്യങ്ങൾ എണ്ണി പറയുകയും ചെയ്തു. 1 അദ്ദുഹാൻ, ഒരു പുകവടലം. 2 ദജ്ജാൽ. 3 അദ്ദാബ്ബ, മനുഷ്യർക്ക് പരിചയമില്ലാത്ത ഒരു പ്രത്യേക മൃഗം പ്രത്യക്ഷപ്പെടും. ദാബത്തുൽ അർള് എന്നും ഹദീസിൽ അതിനെക്കുറിച്ച് കാണാം. 4-മത്തേത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക. ഇപ്പൊ കിഴക്കുന്നാണ് ഉദിക്കുന്നത്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും. ഈസാ നബി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല, ആകാശലോകത്തുണ്ട്. ആ ഈസാ നബി ഇറങ്ങി വരും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറയുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്റെ പുറപ്പാട്. പിന്നീട് കിഴക്കും പടിഞ്ഞാറ് ഭാഗത്തും ജസീറത്തുൽ അറബിലുമായി 3 വലിയ ഭൂമി കുലുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംഭവിക്കും. അവസാനമായി യമനിൽ നിന്ന് ഒരു തീ പുറപ്പെടും. ആ തീ ജനങ്ങളെ അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക്, അതായത് മഹ്ശറിലേക്ക് അവരെ ഓടിച്ചു കൊണ്ടുപോകും, ആട്ടിക്കൊണ്ടുപോകും. ആ തീയാണ് ജനങ്ങളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ 10 കാര്യങ്ങൾ ഈ ഹദീസിൽ നമുക്ക് കാണാം. അതേ സഹാബി, അതായത് ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ചിട്ടുള്ള വേറെ ഒരു റിവായത്ത്. അപ്പൊ ഒരേ സഹാബിയാണ്, ഒരേ ഹദീസ് പണ്ഡിതനാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരേ വിഷയത്തെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വായിച്ച ഹദീസിലുള്ള ക്രമമല്ല രണ്ടാമത്തെ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ 1, 2, 3 എന്നതിന് കൃത്യമായ ഈ സംഭവങ്ങളുടെ എണ്ണത്തിന്റെ ക്രമത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കാരണം വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നതാണ്. ഇനി ഈ ഹദീസ് പരിശോധിച്ചാൽ ഇതിൽ പറയുന്നത് നേരത്തെ 7, 8, 9 കാര്യങ്ങളായി എണ്ണിയിട്ടുള്ള കിഴക്കും പടിഞ്ഞാറും ജസീറത്തുൽ അറബിലും ഭൂമി കുലുക്കവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഭൂമി താഴ്ന്നു പോവുക, താഴ്ത്തിക്കളയുക, ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നതാണ് ഇവിടെ 1, 2, 3 എന്ന് കൊടുത്തിട്ടുള്ളത്. നേരത്തെ 7, 8, 9 എന്ന നമ്പർ ഇവിടെ ആദ്യം സംഭവിക്കുന്ന കാര്യമായി പറഞ്ഞു. കഴിഞ്ഞ ഹദീസിൽ 1-മത്തെ കാര്യമായി പറഞ്ഞ ദുഹാൻ എന്നത് ഇവിടെ 4-മത്തെ വിഷയമായും, 5-മതായി എണ്ണിയ ദജ്ജാലിന്റെ പുറപ്പാട് ഇവിടെ 2-മത്തതായും,
കഴിഞ്ഞ ഹദീസിൽ ആറാമതായി എണ്ണിയ ദാബത്തുൽ അർള്, മനുഷ്യർക്ക് ലോകത്തെവിടെയും പരിചയമില്ലാത്ത ഒരു പ്രത്യേക ജീവിയുടെ പുറപ്പാട്, അത് നേരത്തെ ഹദീസിൽ മൂന്നാമത്തതും ഇവിടെ ആറാമത്തതായും. അതുപോലെ യജൂജ് മൗജൂജ് ഇവിടെ 7ാമത്തെ നമ്പറാണ്, കഴിഞ്ഞ ഹദീസിൽ 6ാമത്തെ കാര്യമാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളത് ഇവിടെ 8ാമത്തെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇതേ സഹാബി ഉദ്ധരിച്ച മുസ്ലിം തന്നെ റിവായത്ത് ചെയ്ത ഹദീസിൽ കഴിഞ്ഞ ഹദീസിൽ 4ാമത്തെ കാര്യമായി പറയുന്നു. കഴിഞ്ഞ ഹദീസിൽ 10ാമതായി പറഞ്ഞ കാര്യം ഇവിടെ 9ാമത്തതായി പറയുന്നു. നാറുൻ തഖ്റുജു മിൻ ഖാറത്തി അദൻ. അദൻ എന്നാൽ നേരത്തെ പറഞ്ഞു യമൻ എന്നാണ് തീ പുറപ്പെടുക. യമനിലുള്ള സ്ഥലമാണ് അദൻ, ഏദൻ എന്നറിയപ്പെടുന്ന അദൻ. ഇന്നിപ്പോ ഈ യമനിൽ നടക്കുന്ന കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പേര് നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ വായിക്കാറും കേൾക്കാറുണ്ട്. ഇവിടെ 10ാമത്തെ കാര്യം പറയുന്നില്ല, 9 ഉള്ളൂ. എന്നാൽ മുസ്ലിമിന്റെ തന്നെ വേറൊരു റിവായത്തിൽ 10ാമതായി പറയുന്നത് ഈസാ നബി ഇറങ്ങി വരും എന്നതാണ്. ഈസാ നബിയുടെ വരവിനെ സംബന്ധിച്ച് മുസ്ലിം തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കഴിഞ്ഞ ഹദീസിൽ 5ാമത്തെ കാര്യമായിട്ടുള്ളത്. അപ്പോ ഒരേ സഹാബിയിൽ നിന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത 2 ഹദീസുകളിൽ ഈ സംഭവത്തിന്റെ ക്രമത്തിൽ വ്യത്യാസമുണ്ട്. ഇനി ഇതേപോലെ വേറെ ഒരു ഹദീസ്, അതും ഇമാം മുസ്ലിം തന്നെ റിവായത്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഈ 2 ഹദീസുകളിലും നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ക്രമത്തിൽ വ്യത്യാസമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഈ 2 ഹദീസിലും 6 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, 10 പറയുന്നില്ല. ആ 6 പറയുന്ന ഒരു റിവായത്തിൽ ഒന്നാമത്തേത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, പിന്നെയാണ് 2ാമത് ദുഹാൻ, പിന്നെ ദജ്ജാൽ, 3 ദാബത്ത്, അങ്ങനെ എണ്ണിപ്പോകുന്നത്. 2ാമത്തെ റിവായത്തിൽ, അതായത് അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ 6 കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ആദ്യം പറയുന്നത് മുകളിൽ പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യത്യസ്തമാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നതല്ല. 3ാമതായി എണ്ണിയ ദജ്ജാലിനെ സംബന്ധിച്ചാണ് ഇവിടെ 1ാമതായി പറയുന്നത്. അവിടെ 2ാമതായി എണ്ണിയ ദുഹാനാണ് ഇവിടെ 2ാമതായി വരുന്നത്. പിന്നെ ദാബത്തുൽ അർള്, പിന്നെയാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും അബൂ ഹുറൈറയിൽ നിന്ന് മുസ്ലിം ഉദ്ധരിച്ച 2 റിപ്പോർട്ടുകളിലും ഈ സംഭവങ്ങളുടെ ക്രമത്തിൽ വ്യത്യാസമുണ്ട്. ഇതിന് പുറമേയുള്ളൊരു വ്യത്യാസം, ഇന്ന സംഭവം പിന്നെ ഇതും പിന്നെ ഇതും പിന്നെ ഇതും എന്നാണ് ഒരു റിവായത്തിലെ പ്രയോഗം. എന്നാൽ മറ്റൊരു റിവായത്തിൽ വ എന്ന് ചേർത്ത് ഇതും 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 എന്ന് പറയുന്നതിന് പകരം ഔ എന്ന് ചേർത്തുകൊണ്ടാണ് അത്ഫിന്, 2 അത്ഫിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറബി ഭാഷയിൽ, രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ചായയും കടിയും എന്നാൽ രണ്ടും കൂടി കൂട്ടിച്ചേർക്കാനാണല്ലോ. അതേപോലെ ഇവിടെ വാവ് ചേർത്തും ഔ ചേർത്തുകൊണ്ടും അത്ഫിന് ഭാഷയിൽ ഉപയോഗിക്കും. ഇവിടെ ഒരു റിവായത്തിൽ ഔ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്, മറ്റേ റിവായത്തിൽ വാവ് ചേർത്താണ് അത്ഫ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസവും ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഇതിനൊരു ആദ്യമേത് രണ്ടാമതേത് എന്നുള്ള ഈ 10 കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഒരു ക്രമം മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ റിവായത്തുകൾക്കനുസരിച്ച് പണ്ഡിതന്മാർക്കിടയിലും അതല്ല ഇനി സഹാബികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയമായി പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും ഒരേ ക്രമം കൊടുത്തത് കാണാൻ കഴിയില്ല. കാരണം എന്താ, ഹദീസിൽ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് എന്നതാണ്. എന്നാൽ ഈ വ്യത്യസ്തമായ ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി അതിനെ ജംഅ് ചെയ്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ ഒന്നാമതായി സംഭവിക്കുന്ന കാര്യം ഏതാണ്? അതിനെ ഇബ്നു ഹജർ അസ്ഖലാനി വേർതിരിച്ചത് ഭൂലോകത്ത് ഒന്നാമതായി സംഭവിക്കുന്ന കാര്യം, ആകാശലോകത്ത് ഒന്നാമതായി സംഭവിക്കുന്ന കാര്യം, അങ്ങനെ 2ആയി വേർതിരിച്ചു. നേരത്തെ ഹദീസിൽ ഭൂമി ആകാശം എന്ന് പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ എണ്ണിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അതിൽ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, ആകാശലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ നിലക്ക് ഇബ്നു ഹജർ അസ്ഖലാനി അതിനെ വിശദീകരിക്കുകയും ഭൂമിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദജ്ജാലിന്റെ പുറപ്പാടാണ്, ആകാശലോകത്ത് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കലാണ്. അപ്പൊ 2 കാര്യങ്ങൾ ആദ്യം സംഭവിക്കുന്നതായി വന്നു. നേരത്തെ ഹദീസുകളിൽ മൊത്തത്തിൽ എണ്ണി, അതിൽ ആദ്യം എണ്ണിയതിലുള്ള വ്യത്യാസമുണ്ട്. എന്നാൽ എവിടെ സംഭവിക്കുന്നുവോ അതിനനുസരിച്ച് വേർതിരിച്ചപ്പോ ഭൂമിയിൽ ആദ്യം ദജ്ജാൽ വരും, ബാക്കി കാര്യങ്ങൾ പിന്നെ അതിന്റെ തുടർച്ചയായി സംഭവിക്കും. ആകാശലോകത്ത് സംഭവിക്കുന്ന കാര്യം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നതാണ്. ഇതാണ് ഇബ്നു ഹജർ അസ്ഖലാനി ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതിന്റെ ഹിക്മത്ത് എന്താണ് എന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, തൗബയുടെ കവാടം അതോടുകൂടി അടക്കപ്പെടും. കാരണം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ അസ്തമിച്ചാൽ ലോകാവസാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി. ഈ അടയാളം വന്നതിന് ശേഷം ഇനി എന്നാൽ വിശ്വസിച്ച് കളയാം, അപ്പൊ തൗബ ചെയ്ത് നന്നായി ജീവിക്കാം എന്ന് ധരിച്ചാൽ, കാരണം ഖിയാമത്ത് നാൾ ഉറപ്പായി നന്നായി കളയാൻ വിചാരിക്കല്ലോ, അത് പറ്റൂല.
അപ്പൊ തൗബയുടെ കവാടം അതോടുകൂടി അടക്കപ്പെടും. പിന്നെയാണ് നേരത്തെ പറഞ്ഞ ദാമ്പത്ത് പുറപ്പെടുക. ഈ ദാമ്പത്ത് പുറപ്പെട്ടാൽ സത്യവിശ്വാസികളെയും കാഫറുകളെയും അത് വേർതിരിക്കും. പിന്നെ ജനങ്ങൾ മഹശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ ആ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നത് തൗബന്റെ കവാടം അടക്കപ്പെടുന്ന സംഗതിയാണ്. അതിന്റെ മുമ്പുള്ള ദജ്ജാലിന്റെ വരവ്, അതുപോലുള്ള കാര്യങ്ങൾ, ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഒരു താക്കീതായി. ആ താക്കീത് കൊണ്ടും സ്വീകരിക്കാത്ത ആളുകളെ പിന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നതോടുകൂടി തൗബന്റെ അധ്യായം അവസാനിച്ചു എന്നതാണ്. ഇനി ഹാഫിൽ ഇബ്നു കസീർ ഈ വിഷയത്തെ മറ്റൊരു നിലക്ക് വേർതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞതുപോലെ ദജ്ജാലിന്റെ പുറപ്പാടല്ല. ഹാഫിൽ ഇബ്നു കസീർ പറയുന്നത് ഭൂമിയിൽ ആദ്യം സംഭവിക്കുക ഈ പറയുന്ന ദാബത്തുൽ അർള്, ആ ജീവി പ്രത്യക്ഷപ്പെടുക എന്നതാണ്. അപ്പൊ എന്താ ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞതും ഇബ്നു കസീർ പറഞ്ഞതും തമ്മിൽ ഒന്നാമത്തെ കാര്യം, ഭൂമിയിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്നതിൽ രണ്ട് അഭിപ്രായമുണ്ടായി. പിന്നെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, അത് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞതുപോലെ തന്നെയാണ് ഹാഫിൽ ഇബ്നു കസീറും പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും അദ്ദേഹം വിശദീകരിച്ചതായി നമുക്ക് കാണാം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ കാണാവുന്ന പ്രകടമായ, കാരണം ആകാശത്താണ്, സൂര്യനെ ആരും കാണാതിരിക്കുകയില്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എന്നും അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ക്രമമായി ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ ഇമാം ത്വീബി ഹദീസ് വ്യാഖ്യാതാവും പണ്ഡിതനുമായ ആളാണ്. അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം നേരത്തെ ഹാഫിൽ ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞതുപോലെ പിന്നെ ദജ്ജാലിന്റെ വരവാണ് എന്നതാണ്. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ ഉണ്ടാകുന്ന 10 കാര്യങ്ങൾ, ഒന്ന് അത് സംഭവിക്കുന്നത് അടുത്തടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന നിലക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ഏറ്റവും അടുത്ത് ഭൂമിയിലും അടുത്തായും കാണാവുന്ന നിലക്ക് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ അകലെ സംഭവിക്കുന്ന, എന്നാൽ ആകാശത്തും ദൂരെയുമായി ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ 2 തരമായി അദ്ദേഹം വിശദീകരിക്കുകയും അതിൽ ഒന്നാമത്തേത് ദജ്ജാല്, പിന്നെ ഈസാ നബിയുടെ വരവ്, യജൂജ് മൗജൂജ്, നേരത്തെ പറഞ്ഞ ഭൂമി കുലുക്കങ്ങൾ, രണ്ടാമത്തേത് ദുഹാൻ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കൽ, ദാബത്തിന്റെ വരവ്, പിന്നെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന തീ, ഇങ്ങനെ ഒരു ക്രമം ത്വീബി എന്ന് പറയുന്ന പണ്ഡിതൻ വിശദീകരിച്ചത് നമുക്ക് കാണാം. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ പണ്ഡിതന്മാർ ഇവയെ സംബന്ധിച്ച് വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഹദീദിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞൊരു ക്രമം വന്നിട്ടില്ല. ഒരേ സഹാബികളിൽ തന്നെ വന്നിട്ടുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായ ക്രമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലും വ്യത്യസ്തമായ രീതികളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഈ വായിക്കുന്ന പുസ്തകം അശ്റാത്തു സാഅ എന്ന് പറയുന്ന ഈ പുസ്തകം യൂസുഫ് ഇബ്നു അബ്ദില്ല ഇബ്നു യൂസുഫ് അൽ വാബിൽ എന്ന് പറയുന്ന പണ്ഡിതന്റേതാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം പറയുന്ന കാര്യം, ഞാൻ ഈ ഗ്രന്ഥത്തിൽ ഈ അവസാനം ത്വീബി പറഞ്ഞ ക്രമമനുസരിച്ചാണ് ഈ പുസ്തകത്തിൽ വലിയ അടയാളങ്ങളുടെ ചർച്ച കൊണ്ടുപോകുന്നത്. എന്നാൽ ത്വീബി പറഞ്ഞ ഒന്നാമത്തെ കാര്യം ദജ്ജാലിന്റെ വരവാണ്. പക്ഷെ ഇവിടെ ഈ പുസ്തകത്തിന്റെ രചയിതാവ് അദ്ദേഹം ആദ്യമായി പറയുന്നത് ഇമാം മഹ്ദിയുടെ വരവിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന അടയാളങ്ങളിൽ ഏറ്റവും ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം അത് മഹ്ദിയുടെ വരവാണ്. കാരണം വിശ്വാസികളായ ആളുകൾ ദജ്ജാലിനെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി മഹ്ദിയുടെ കൂടെ ഒരുമിച്ച് കൂടുകയും പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും, മഹ്ദി ഉള്ള കാലഘട്ടത്തിൽ വരുന്ന ഈസാ നബി നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഈസാ നബിയെ ക്ഷണിക്കുമ്പോൾ, അല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഇമാം നമസ്കരിക്കട്ടെ എന്ന് മഹ്ദിയെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് മഹ്ദി, ദജ്ജാൽ, ഈസാ നബി, ഈ 3 കാര്യങ്ങളിൽ ഒന്നാമതുണ്ടാകുന്ന കാര്യം മഹ്ദിയുടെ വരവാണ് എന്നതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇമാം മഹ്ദിയുടെ വരവാണ് ഒന്നാമത്തെ സംഭവമായി വിശദീകരിച്ചിട്ടുള്ളത് എന്നതാണ്. അതിനർത്ഥം ഇത് തർക്കമില്ലാത്ത ഒരു കാര്യമല്ല എന്നാണ്. കാരണം അതിന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നേരത്തെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ പറയുന്ന 10 അടയാളങ്ങൾ, ഒന്നാമത്തത് എന്ന് പറയുന്നത് ഏതാകട്ടെ, ഈ 10 കാര്യങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് കൂടുതൽ വലിയൊരു കാലയളവിനുള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ വിദൂരമായ കാലത്ത് നടക്കുന്ന സംഭവങ്ങളല്ല, മറിച്ച് അടുത്തടുത്ത കാലങ്ങളിലായി ഇത് ഉണ്ടാകുമെന്ന് ഹദീസ് പണ്ഡിതന്മാരായ ആളുകളും മറ്റും വിശദീകരിച്ചതായി നമുക്ക് കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഇമാം തൊബറാനി തന്റെ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഖുറൂജുൽ ആയാത്തി ബഅലുഹ അലാ ഇസ്രി ബഅലിൻ, ഈ അടയാളങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒന്നിന് പിറകെ മറ്റൊന്നായി ഇത് സംഭവിക്കുന്നു. അപ്പൊ കുറെ ഇടവേളയ്ക്ക് ശേഷമല്ല, ഒന്ന് അതിനെ തുടർച്ചയായി അടുത്തത്, പിന്നെ അടുത്തത്. യതതാബഅന കമാ തതാബ അൽ ഖർസു ഫിൻ നിളാം, ഒരു ചരടിൽ മാലമണികൾ തുടർച്ചയായി ഉണ്ടാകുന്നത് പോലെ. വേറെ ചില പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ മാല കോർത്ത ചരട് പൊട്ടിയാൽ ആ പൊട്ടിയെടുത്ത് ഒന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, എല്ലാം കൂടി താഴോട്ട്. ഇതുപോലെ ഒന്നിന് പിറകെ മറ്റൊന്നായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതേ ആശയത്തിൽ ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിലും അൽ ആയാത്തു ഹർസാത്തുൻ മൻദൂമാത്തുൻ ഫീ സിൽകിൻ ഫഇൻ യുഖ്തഇ സിൽകു യത്ബഅ ബഅലുഹാ ബഅലൻ, ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. ആ ചരട് പൊട്ടിയാൽ, മാലമണി കോർത്ത ചരട് പൊട്ടിയാൽ ഒന്നിനെ തുടർച്ചയായി അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതുപോലെ ഒന്നിന്റെ തുടർച്ചയായി മറ്റു കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. അപ്പോ തുടർച്ചയായി സംഭവിക്കുന്ന അല്ലെങ്കിൽ അടുത്തടുത്ത സമയങ്ങളിലായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ 10 സംഭവങ്ങൾ എന്ന് ഹദീസുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകളിൽ മഹദിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അതിൽ സ്വഹീഹായതുണ്ട്, ഹസനായതുണ്ട്, ലൈഫായതുണ്ട്. ലൈഫായത് തന്നെ ഒന്നര ദുർബലതയെ മറ്റു ചില റിപ്പോർട്ടുകൾ കൊണ്ട് പരിഹരിച്ച് സ്വീകരിക്കാവുന്നവയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാവുന്ന ഏറ്റവും ചുരുങ്ങിയ കാര്യം എന്ന് പറയുന്നത് അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന മുസ്ലിംകളുടെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് മഹ്ദി എന്ന് പറയുന്നത്. അദ്ദേഹം മുസ്ലിംകളുടെ ഭരണാധികാരിയായിരിക്കും, നീതിമാനായിരിക്കും. മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം ഏറ്റെടുക്കുക അന്ന് ആ കാലഘട്ടത്തിൽ ഇമാം മഹ്ദിയായിരിക്കും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ആളായിരിക്കും. എന്റെ പേരാണ് അവന്റെ പേര് എന്ന് പറഞ്ഞാൽ നബിന്റെ പേരാണ്, അതായത് മുഹമ്മദ് എന്നായിരിക്കും പേര്. എന്റെ വാപ്പയുടെ പേരാണ് അവന്റെ വാപ്പയുടെ പേര്. ഇതും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ മുഹമ്മദ് ഇബ്നു അബ്ദില്ല, നബിന്റെ പേര് പോലെ തന്നെ, നബിന്റെ പേരും വാപ്പന്റെ പേരും അതേ പേരിലാണ് ഈ വരുന്ന ആളും. മഹ്ദി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നതാണ്. ആ പേര് അതും ഹദീസിൽ വന്നത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് പേരിന് പുറമെ നെറ്റി, നല്ല തെളിഞ്ഞ അല്ലെങ്കിൽ വിസ്തൃതമായ നെറ്റിയും, മൂക്കിന്റെ പാലം എന്ന് പറയുന്ന അർണബത്തുൽ അംഫ്, ഇത് പരന്നതും അതുപോലെ തന്നെ ഈ മൂക്കിന്റെ മധ്യഭാഗം അല്പം കുഴിഞ്ഞതുമായ മൂക്കുള്ള ആളായിരിക്കും. ഭൂമിയിൽ മഹ്ദി വരുന്ന കാലഘട്ടത്തിൽ ഭൂമി നിറയെ ളുൽമ്, ജൗറ്, അക്രമവും അനീതിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇമാം മഹ്ദി വരിക. എന്നാൽ കഴിഞ്ഞ 2 ക്ലാസുകളിൽ നമ്മൾ മനസ്സിലാക്കിയ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇമാം മഹ്ദി വരുന്നത്. എന്നാൽ ഈ അക്രമത്തെയും അനീതിയെയും ഒക്കെ മാറ്റി മുസ്ലിംകളുടെ ഭരണം ഏറ്റെടുക്കുന്ന മഹ്ദി ഭൂമിയെ നീതി കൊണ്ട് നിറക്കും എന്നാണ്. അപ്പൊ നീതിയുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു ഭരണം ഭൂമിയിൽ മുഴുവൻ മഹ്ദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു വിശേഷണമാണ് മഹ്ദിയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നതിന്റെ ചുരുക്കം. ഇനി ഈ ഹദീസുകൾ പരിശോധിച്ചാൽ ഏതൊക്കെയാണ് ഹദീസുകൾ? കുറെ ഹദീസുണ്ട്, എല്ലാം വായിക്കുന്നില്ല, ചിലത് മാത്രമോടെ വായിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടാവുന്നത് മാത്രം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ ലാ തദ്ഹബു ദുനിയ ഹത്താ യംലികൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി യുവാതി ഉസ്മുഹു ഇസ്മി. ഈ ദുനിയാവ് നശിച്ചു പോവുകയില്ല, എന്നാൽ ലോകം നശിക്കുകയില്ല. ഏതുവരെ? എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അറബികളെ ഭരിക്കുന്നതുവരെ ആ ആളുടെ പേര് എന്റെ പേരിനോട് യോജിക്കും. അപ്പൊ എന്റെ പേരിനോട് യോജിപ്പുള്ള പേരുള്ള എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അറബികളുടെ ഭരണം ഏറ്റെടുക്കും. ഇങ്ങനെ ഉണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇത് ഇമാം തിർമിദി മറ്റ് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഹസനും സഹീഹുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഹദീസിൽ പറയുന്നത് ദുനിയാവിൽ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും, ഒരു ദിവസം അല്ലാതെ ഇനി ഒന്നും ബാക്കിയില്ല ദുനിയാവ് തീരാൻ. എന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലതവ്വലല്ലാഹു ദാലിക്കൽ യൗമ, ഒറ്റ ദിവസേ ഖിയാമത്ത് നാൾ നാം ബാക്കിയുള്ളൂ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു ദിവസത്തെ അള്ളാഹു നീട്ടുകയും എന്നിട്ട് എന്നിൽപ്പെട്ട അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ പേരിനോട് തുല്യമായ പേരുള്ള, എന്റെ പിതാവിന്റെ പേരിനോട് തുല്യമായ പേരുള്ള ഒരാളെ അള്ളാഹു അയക്കുകയും ചെയ്യും.
അയാൾ ഭൂമിയിൽ ഖിസ്തൻ വഅദ്ലൻ, നീതി ഭൂമിയിൽ നിറക്കും, കമാ മുലിഅത്ത് ളുൽമൻ വജൗറ, ഭൂമി അക്രമത്താലും അനീതിയാലും നിറക്കപ്പെട്ടതുപോലെ തന്നെ. ഈ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞുപോയി. അപ്പൊ ഇതിൽ നിന്ന് പേര്, ബാപ്പന്റെ പേര്, എന്താണ് ഭൂമിയിൽ അദ്ദേഹം നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടി. അബൂദാവൂദ്, ഇബ്നു മാജ, ഹാക്കിം റഹിമഹുമുള്ള ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അൽ മഹ്ദിയു മിൻ ഇത്രതി, മഹ്ദി ഇവിടെ കണ്ട, ഇവിടെ പേരും ബാപ്പന്റെ പേരും നേരത്തെ കിട്ടി. പിന്നെ ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ പേര് പറയില്ല, അൽ മഹ്ദി. അപ്പൊ ആ മഹ്ദി എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. മഹ്ദി മിൻ ഇത്രതി, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവനാണ്. മിൻ വലതി ഫാത്തിമ, ഫാത്തിമയുടെ മക്കളിൽപ്പെട്ട. അപ്പൊ നബിന്റെ മക്കളിൽ നബിന്റെ ശേഷവും ജീവിച്ചിരുന്ന ഒരേ ഒരാള് ഫാത്തിമയാണ്. അതിലാണ് മക്കൾ നിലനിന്നിട്ടുള്ളത്. അത് ഹസനും ഹുസൈനുമാണ്. അതിലാണ്, ആ പരമ്പരയിലാണ് ഈ മഹ്ദി എന്ന് പറയുന്ന ആള് വരിക. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത, ഇമാം അഹ്മദ് മുദ്ദരിച്ച, ഷെയ്ഖ് അൽബാനി ഹസനാണെന്ന് പറഞ്ഞ മറ്റൊരു ഹദീസിൽ അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്, മഹ്ദി നമ്മളിൽ നിന്നാണ്, എന്നാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നാൽ മുസ്ലിങ്ങളിൽ പെട്ട ഒരാളെന്നല്ല. കാരണം അവിടെ തന്നെ പറഞ്ഞു അഹ്ലൽ ബൈത്ത്, അഹ്ലു ബൈത്തിൽപ്പെട്ട, നബി കുടുംബത്തിൽപ്പെട്ട. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹ്ദിയെ ഇസ്ലാഹ് നടത്തും. ഇസ്ലാഹ് നടത്താൻ നന്നാക്കുക എന്നാണ്. ആ നന്നാക്കുക എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഭരണാധികാരിയാകാൻ, സ്വാലിഹായ ഒരു മനുഷ്യനാകാൻ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വാസികൾക്ക് ഒരുമിച്ചുകൂടി യുദ്ധം ചെയ്യാൻ മാത്രം മതിയാകാവുന്ന യോഗ്യതയുള്ള ഒരാളായി അദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച്, അദ്ദേഹത്തിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ച്, അങ്ങനെ എല്ലാ നിലക്കും യോഗ്യനാക്കി തീർക്കും. അതാണ് അള്ളാഹു അദ്ദേഹത്തെ ഇസ്ലാഹ് നടത്തും ഒരു രാത്രിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. പിന്നെ അദ്ദേഹത്തിന്റെ നെറ്റിയും മൂക്കും അടയാളമായി വന്നത് വേറെ അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെയും ഈ പറയുന്ന അക്രമവും അനീതിയുമുള്ള ഒരു നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് നീതി നടപ്പിലാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഹാക്കിം ഉദ്ധരിച്ച ഒരു ഹദീസ്, ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ് എന്ന് ഹാക്കിമും ഇമാം ദഹബിയും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ 711 നമ്പറായും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, യഖ്റുജു ഫി ആഖിരി ഉമ്മത്തി അൽ മഹ്ദി, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് മഹ്ദി എന്ന് പറയുന്ന ആള് രംഗത്ത് വരും. യസ്ഖീഹില്ലാഹു അൽ ഗൈസ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഗൈസ് കുടിപ്പിക്കും, അല്ലെങ്കിൽ ഗൈസ് കൊണ്ട് നനക്കും. കുടിപ്പിക്കുന്ന ഗൈസ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ മഴക്കാണ് ഗൈസ് എന്ന് ഉപയോഗിക്കുക. ഗൈസം മുഗീസൻ എന്ന് മഴയെക്കുറിച്ചുള്ള പ്രാർത്ഥനയ്ക്കാണ്. അപ്പൊ ആ ഗൈസ് അദ്ദേഹത്തെ അള്ളാഹു കുടിപ്പിക്കും. എന്നാൽ ആ കാലഘട്ടത്തിൽ നന്നായിട്ട് മഴ വർഷിക്കും. വതുഖ്രിജുൽ അർളു നബാതഹ, നന്നായി മഴ കിട്ടുമ്പോൾ ഭൂമി സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കും. വയുഴ്ത്തിൽ മാല സിഹാഹൻ, മഹ്ദി ജനങ്ങൾക്ക് ശരിയായ നിലക്ക് നൽകും എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ ബിസ്സവിയ്യത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സമമായ നിലക്ക്. കന്നുകാലികൾ വർദ്ധിക്കും. വതഅളുമുൽ ഉമ്മ, മുസ്ലിം ഉമ്മത്ത് മഹത്വമുള്ളതായി മാറും. നിന്ദ്യതയൊക്കെ പോയി ഇസ്സത്തുള്ള മഹത്വമുള്ള ആളുകളായി മാറും. യഈസു സബ്അൻ ഔ സമാനിയൻ, 7 അല്ലെങ്കിൽ 8 കൊല്ലമാണ് ഈ നിലക്ക് മഹ്ദി തുടരുക. അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പുറമെ വേറെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഉബശ്ശിറുക്കും ബിൽ മഹ്ദി, മഹ്ദിയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചു തരുന്നു. യുബഅസു അല ഇഖ്തിലാഫി മിനൻ നാസി വസലാസിൽ, ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളുടെ മേൽ, അതുപോലെ തന്നെ വ്യത്യസ്ത സലാസിലുകൾ, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ ഈ മഹ്ദി നിയോഗിക്കപ്പെടും. അപ്പൊ ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം വരിക എന്നുള്ളത് നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടി വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് ഇതിൽ കാണാം. പിന്നെ നീതി നടക്കും എന്ന് പറഞ്ഞ ശേഷം യർലാ അൻഹു സാക്കിനുസ്സമാഇ വ സാക്കിനുൽ അർളി, ഭൂമിയിൽ താമസിക്കുന്നവരും ആകാശത്ത് താമസിക്കുന്നവരും ഈ മഹ്ദിയെ ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും. യഖ്സിമുൽ മാല സിഹാഹൻ, ശരിയായ നിലക്ക് ജനങ്ങൾക്ക് ധനം നൽകും എന്ന് പറഞ്ഞതിന് ഇവിടെ സമ്പത്തിനെ സമമായ ശരിയായ നിലക്ക് ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കും എന്നുകൂടി ഈ ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഇത് പിന്നെ 7ാമത്തെ ഒരു ഹദീസാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറമെ ഈ പറഞ്ഞതൊക്കെ മഹ്ദിയെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ പറയുന്ന, പേരെടുത്ത് പറയുന്ന ഹദീസുകളാണ്. എന്നാൽ ഇതിനു പുറമെ പേര് പറയാതെ തന്നെ ചില ഹദീസുകളിൽ മഹ്ദിയെ സംബന്ധിച്ച സൂചനകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. ഇതില് ഇപ്പൊ ഈ വായിച്ചതിലൊന്നും ബുഖാരി മുസ്ലിമിന്റെ ഹദീസില്ല. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ ബുഖാരി മുസ്ലിമിനെ സംബന്ധിച്ച ഹദീസ് ഇല്ലാത്തത്, ബുഖാരി മുസ്ലിമിൽ തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന പല വിഷയത്തിലും പറയുന്ന ആൾക്കാരുടെ ഈ വിഷയത്തിലും പറഞ്ഞ ആളുകളുണ്ട്, റഷീദ് റളിയല്ലാഹു പോലെ. എന്നാൽ
സ്വഹീഹ് ബുഖാരി മുസ്ലിം ഹദീസുകളിൽ മഹ്ദി എന്ന പേര് പറഞ്ഞിട്ടില്ലെങ്കിലും മഹ്ദിയെ സൂചിപ്പിക്കുന്ന ഹദീസുകളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഇമാം ബുഖാരി കിതാബു അഹാദീസിൽ അംബിയ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ അൻതും ഇദ് നസല ഇബ്നു മറിയം ഫീക്കും, നിങ്ങളിൽ മറിയമിന്റെ പുത്രൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും? എന്നാൽ മുസ്ലിം ഉമ്മത്തിനുള്ള ചോദ്യമാണ്. മറിയമിന്റെ പുത്രൻ തന്നെ വരാ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇമാമുക്കും മിൻകും, നിങ്ങളിൽ മറിയമിന്റെ പുത്രൻ ഇറങ്ങി വരുന്ന സന്ദർഭം, അപ്പോൾ നിങ്ങളുടെ ഇമാമ് നിങ്ങളിൽപ്പെട്ട ഒരാളായിരിക്കും. ഇത് നേരത്തെ പറഞ്ഞു. ഈസാ നബി വരും. ഈസാ നബി വരുമ്പോ ഈസാ നബിയോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പൊ ഈസാ നബി നിൽക്കൂല, നിങ്ങളുടെ ഇമാമാണ് നമസ്കരിക്കേണ്ടത്, ഞാൻ തുടരുന്ന ആളാണ് എന്ന് പറയുന്നാൻ. അപ്പൊ ഈ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വ ഇമാമുക്കും മിൻകും, നിങ്ങളുടെ ഇമാമ് നിങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പൊ ഈ ഇമാം ആരാ? മറ്റ് ഹദീസുകളിൽ പറഞ്ഞ മഹ്ദിയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആ ഈസാ നബി വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇമാമ്, നേതാവ്. ഇമാം എന്നുള്ളത് നിസ്കരിക്കുമ്പോഴുള്ള ഇമാമ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അല്ല, ഇമാമുൽ ആൽമ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്ക് ഉപയോഗിക്കുന്ന പേരാണ്. ഇനി ഇമാം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ ഈസാ നബി വരുമ്പോൾ നിങ്ങളുടെ ഇമാം, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ഭരണാധികാരി നിങ്ങളിൽപ്പെട്ട ആളായിരിക്കും. ആ നിങ്ങളിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞതുപോലെ നബിയുടെ പേരുള്ള, ബാപ്പന്റെ പേരുള്ള, നബിയുടെ മകൾ ഫാത്തിമയുടെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടി. രണ്ടാമത്തേത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖി ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഹക്കിന്റെ മേൽ നിലനിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരായി ഉണ്ടാകും ഖിയാമത്ത് നാൾ വരെ. അങ്ങനെ അവരിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫയഖൂലു അമീറുഹും, അപ്പോൾ ഈസാ നബി വരുമ്പോൾ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ അമീർ പറയും, തആൽ സ്വല്ലി ലനാ, വരൂ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കൂ. ആരാടാ പറയണത്? ഈസാ നബി വരുന്ന കാലഘട്ടത്തിലെ അമീർ ഈസാ നബിയോട് പറയാൻ, വരൂ ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചു തരൂ, ഇമാമത്തുക്കൂ. ഫയഖൂലു, അപ്പൊ ഈസാ നബി പറയും, ലാ, ഇല്ല, ഇന്ന ബഅലക്കും അലാ ബഅലിൻ ഉമറ, നിങ്ങളിൽ ചിലർ ചിലരുടെ നേതാക്കന്മാരാകുന്നു. തക്രിമത്തല്ലാഹി ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ തക്രിമത്ത്, ആദരവാകുന്നു അത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ഇമാമത്ത് നിൽക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആള് തന്നെയാണ് എന്ന നിലക്ക് നിങ്ങളുടെ ഇമാമായ ആള് തന്നെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഈസാ നബി ഈ ഉമ്മത്തിൽപ്പെട്ടവനല്ല, വേറൊരു ഉമ്മത്താണ്, വേറൊരു സമൂഹത്തിന്റെ നേതാവാണ്, പ്രവാചകനാണ്. അപ്പോ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽപ്പെടാത്ത ഒരാളല്ല നിങ്ങളുടെ ഇമാമാകേണ്ടത്, നിങ്ങളിൽപ്പെട്ട ആളിനാണ് നിങ്ങൾ ഇമാമാകേണ്ടത്. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആദരവാകുന്നു എന്ന് ഈസാ നബി മറുപടി പറയും. ഇതും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇമാം മഹ്ദിയെ സംബന്ധിച്ച് പറഞ്ഞ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യും, സസ്യങ്ങൾ ധാരാളമായി മുളക്കും, സമ്പത്ത് വർദ്ധിക്കും, സമ്പത്ത് സമമായ നിലക്ക് ആളുകൾക്ക് അദ്ദേഹം വിതരണം ചെയ്യും. ഇവിടെ വേറെ ഹദീസ് നമുക്ക് കാണാം, യകൂനു ഫി ആഖിരി ഉമ്മത്തി ഖലീഫത്തുൻ, എന്റെ ഉമ്മത്തിന്റെ അവസാനത്തിൽ ഒരു ഖലീഫ വരും. ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. നേരത്തെ പറഞ്ഞ ഇമാം യഹ്ദിൽ മാല ഹദിയൻ, ഹദാ യഹ്ദി എന്നും ഹദാ യഹ്ദു എന്നും രണ്ട് നിലക്കുള്ള റിവായത്തുകളും ഹദീസിൽ കാണാം. രണ്ടും വാരുക എന്നാണ്. യഹ്ദിൽ മാല ഹദിയൻ, അദ്ദേഹം സമ്പത്തിനെങ്ങനെ വാരിയെടുക്കും അല്ലെങ്കിൽ വാരിക്കൊടുക്കും. ലാ യഅദ്ദുഹു അദദ്, അന്നുണ്ടാകുന്ന സമ്പത്തെ ഒരു എണ്ണത്തിന്, സംഖ്യകൾക്ക് അതിനെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല. എണ്ണിത്തീരാത്ത ധനമുണ്ടാവും എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു കാലത്ത്. അപ്പൊ ഇതൊക്കെ ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസുകളിൽ വന്നിട്ടുള്ള, മഹ്ദിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും മഹ്ദിയെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്നത് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അപ്പൊ മഹ്ദി ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലായി. ഇനി ഇമാം മഹ്ദിയെ സംബന്ധിച്ച ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പരിശോധിച്ചാൽ ആ ഹദീസുകൾ എങ്ങനെയുള്ള ഹദീസുകളാണ്, സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? എല്ലാ ഹദീസുകളും ദുർബലമാണ്, പരസ്പര വൈരുദ്ധ്യമാണ്, ഇത് ശിയാക്കൾ ഉണ്ടാക്കിയതാണ്, ജൂതന്മാരുണ്ടാക്കിയതാണ് എന്നൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇന്നുണ്ട്, നമ്മുടെ നാട്ടിലും ഈ കാലഘട്ടത്തിലുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഹദീസിന്റെ സ്വീകാര്യത എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഷെയ്ഖ് അബ്ദുൽ മുസ്ന അൽ അബ്ബാദ് അൽ ബദർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാം. ഞാൻ എന്റെ അറബി വായിക്കുന്നില്ല, മലയാള ആശയം മാത്രം പറയാം. മഹ്ദിയുടെ കാര്യം അറിയപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ധാരാളവും മുത്തവാത്തിറായി ഒന്നൊന്നിനെ ബലപ്പെടുത്തുന്ന നിലക്ക് ഉദ്ധരിക്കപ്പെട്ടവയുമാണ്. ഒന്നിലധികം ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസുകളെ സംബന്ധിച്ച് അത് മുത്തവാത്തിറായ ഹദീസാണെന്നും
അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മുത്തവാത്തിറാണ്. അതിന്റെ പുറമെ തന്നെ അതിന്റെ ആശയപരമായി പരിശോധിച്ചാൽ മുത്തവാത്തിറായവയാണ് എന്നും രണ്ടു നിലക്കും, ആശയപരമായും അതിന്റെ പരമ്പര നോക്കിയാൽ രണ്ടു നിലക്കും മുത്തവാത്തിറായി വന്ന ഹദീസുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വ്യത്യസ്തമായ സഹാബികളിൽ നിന്ന് വ്യത്യസ്തമായ സ്രോതസ്സുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടു എന്ന നിലക്കും അതിന്റെ റിപ്പോർട്ടർമാരും അതിന്റെ പദങ്ങളും ഇതൊക്കെ വ്യത്യസ്തമായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ട മുത്തവാത്തിറിന്റെ ദറജയിൽ വരുന്ന ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസുകൾ ഇനി ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ കാര്യം ഹക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മഹ്ദി വരും, പുറപ്പെടും, വരും എന്നുള്ളതും ഹക്കായ കാര്യമാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് പിതാവിന്റെ പേര് അലവിയാണ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ്. പിന്നെ ഹസൻ റളിയല്ലാഹുവിന്റെ പുത്രനാണ്, പേരക്കുട്ടിയാണ്, അപ്പൊ ഹസനിയാണ് എന്നുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മറ്റ് ശ്രേഷ്ഠതകളുമൊക്കെ അവിടെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഞാൻ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. ഇമാം ഷൗക്കാനി പറഞ്ഞതുപോലെ, ഇബ്നുൽ ഖയ്യിമോ അതല്ലാത്ത ആളുകളും പറഞ്ഞതുപോലെ ഈ വിഷയത്തിലുള്ള ഹദീസുകൾ സ്വഹീഹായവയുണ്ട്, ഹസനായവയുണ്ട്, ദുർബലതയുണ്ടെങ്കിലും പരിഹരിക്കാവുന്ന ദുർബലതകളുള്ള ഹദീസുകളുണ്ട്. ഇനി ഇതിന് പുറമെ നിർമ്മിത ഹദീസുകളുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകളുണ്ട്. അങ്ങനത്തെ ഹദീസുകളും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതേത് വിഷയത്തിലുണ്ടാവുമല്ലോ. പിന്നെ എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് സനദ് നേരാവണ്ണം വന്നിട്ടുള്ള സഹീഹായ എന്താണ്, സഹീഹുൻ ലി ദാത്തോ സഹീഹുൻ ലി ഗൈരിയോ ആയ, അല്ലെങ്കിൽ ഹസനുൻ ലി ദാത്തിഹോ അല്ലെങ്കിൽ ഗൈരിഹി, ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും ആ ഹദീസുകൾ തന്നെ മതി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇനി ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ദുർബലതയുള്ളതാണെങ്കിലും ദുർബലതകൾ തള്ളാൻ മാത്രം ഗൗരവപ്പെട്ടതല്ല എങ്കിൽ, ഒന്നിന്റെ ദുർബലതയെ മറ്റൊന്നുകൊണ്ട് പരിഹരിക്കാവുന്നവയാണെങ്കിൽ അതും പ്രമാണമായി സ്വീകരിക്കാം എന്ന് ഹദീസ് നിരൂപകന്മാർ വിശദീകരിച്ചനുസരിച്ച് അത്തരം ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം എന്ന് പറയുന്നത് ഇമാം മഹ്ദി വരും എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് മുസ്ലിം ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പണ്ഡിതന്മാരിൽ പെട്ട ചില ആളുകൾ ഇതിന് വിരുദ്ധമായി പറഞ്ഞിട്ടുണ്ട് എന്നത് അത് ശാദായ സ്വഹീഹായതിനെതിരായ വിരളമായ അല്ലെങ്കിൽ അപൂർവമായ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ ഹദീസുകൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ നിലപാടിന് വിരുദ്ധമായി ഈ ഹദീസുകൾ സ്വീകരിക്കാൻ കൊള്ളുകയില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലാ യുൽതഫതു ഇലാ കലാമിഹി ഫി ദാലിക്, ഈ വിഷയത്തിൽ അത്തരം ആളുകൾ പറഞ്ഞ വാക്കിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് തന്നെയില്ല. അപ്പൊ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ അതിനുശേഷം പറയുന്നുണ്ട്, ഒറ്റപ്പെട്ട ആളുകൾ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് ഷെയ്ഖ് അൽബാനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ വാചകം എടുത്തു കൊടുത്തുകൊണ്ട് പറയാൻ. ഇനി ഇബ്നു ബാസിന്റെ ഈ വാചകം ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ അദ്ദേഹത്തിന്റെ അഖീദത്തു അഹ്ലി സുന്നത്തി വൽ അസരി ഫിൽ മഹ്ദിയിൽ മുൻതളർ, വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദിയെ സംബന്ധിച്ച് സുന്നത്തിന്റെയും അസറിന്റെയും ആളുകളുടെ വിശ്വാസം, അസുന്നത്ത് വൽ അസർ, നബിന്റെ സുന്നത്ത്, അതുപോലെ തന്നെ നബിന്റെ സുന്നത്തും സഹാബികളുടെ അസർ വാക്കുകളും, ഇതാണല്ലോ അസർ എന്ന് പറഞ്ഞത്. ഇവിടെ സുന്നത്ത് പറയുമ്പോൾ അസർ എന്ന് പറഞ്ഞാൽ അതാണ് സഹാബികളുടേതും പൂർവിക സലഫുകളുടെയുമായ വാചകങ്ങൾ. ഇതൊക്കെ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഏത് കാര്യത്തിൽ? മഹ്ദിയുടെ കാര്യത്തിൽ. ആ ഗ്രന്ഥത്തിൽ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഈ ഹദീസുകളെ സംബന്ധിച്ച് പഠനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, സഹാബികളിൽ നിന്ന് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ 26 സഹാബികളിൽ നിന്ന് ഈ വിഷയത്തിൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ 36 ഗ്രന്ഥങ്ങളാണ്. 36 ഹദീസ് ഗ്രന്ഥങ്ങളിൽ 26 സഹാബികളിൽ നിന്നുള്ള ഇമാം മഹ്ദിയെ സംബന്ധിച്ച ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബുഖാരിയിലും മുസ്ലിമിലും സൂചനകളുണ്ട്. അതിനു പുറമെ അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഇമാം മുസ്നദ് അഹ്മദ്, സഹീഹ് ഇബ്നു ഹിബ്ബാൻ. അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട് എന്നതാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മറ്റൊരു നിലക്ക് അഷെയ്ഖ് അബ്ദുൽ അലീം അബ്ദുൽ അലീം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അൽ അഹാദീസുൽ വാരിദത്തു ഫിൽ മഹ്ദിയി ഫി മീസാനിൽ ജർഹി വത്തഅദീൽ, മഹ്ദിയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ അതിന്റെ ന്യൂനതകളും അതുപോലെ തന്നെ സാധുതകളും വിശദീകരിക്കുക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസുകളെ, ഇത് അദ്ദേഹത്തിന്റെ PG പഠനത്തിന്റെ തിസീസായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു റിസാലയാണ്. ആ റിസാലയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളെ കുറിച്ച്, ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച്,
അതുപോലെ തന്നെ അതിന്റെ സനദുകളെക്കുറിച്ച്, അത് സംബന്ധിച്ച വിധികളെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശകലനം നടത്തിക്കൊണ്ട് മജല്ലത്തുൽ ജാമിയത്തുൽ ഇസ്ലാമിയ്യ ഈ ലേഖനത്തിൽ മാസികയിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ പറഞ്ഞ ആ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളുടെ ചുരുക്കം എന്ന് പറയുന്നത്, നബിയിൽ നിന്നും സഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും മഹ്ദിയുടെ കാര്യത്തിൽ 336 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒന്നും രണ്ടതല്ല, 336 റിപ്പോർട്ടുകൾ. ഈ 336 റിപ്പോർട്ടുകളിൽ 32 ഹദീസുകളുണ്ട്. 32 ഹദീസുകളിൽ 9 എണ്ണം സ്വഹീഹായവയാണ്. ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ അതിന്റെ വ്യത്യസ്തമായ അവസ്ഥയിലുള്ളവൻ. 336-ൽ 11 സഹാബികളിൽ നിന്നുള്ള അസറുകളുണ്ട്. ആ 11 അസറുകളിൽ 6 എണ്ണം സ്വഹീഹായവയാണ്. പിന്നെ ബാക്കിയുള്ളതോ അതല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഇവിടെ 9, 6, 13 എണ്ണം ഹദീസിൽ നിന്നും അസറിൽ നിന്നുമായി 9, 6, 15 എണ്ണം സ്വഹീഹായത് തന്നെ വന്നു. അപ്പൊ അങ്ങനെ വന്നാൽ നേരത്തെ ഇബ്നു ബാസിന്റെ വാചകത്തിൽ വായിച്ചതുപോലെ ഒന്നൊന്നിനെ ബലപ്പെടുത്തുന്ന നിലക്ക് ഇതിൽ വന്നിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ചേർത്ത് വായിച്ചാൽ അതുകൊണ്ടാണ് മുത്തവാത്തിറിന്റെ സനദ് കൊണ്ടും ആശയം കൊണ്ടും മുത്തവാത്തിറായി വരുന്ന ദർജയിലെത്തുന്ന ഹദീസാണ് എന്ന് ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ആ നിലക്ക് പണ്ഡിതന്മാർ ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട്. നോക്കണം, എത്ര തരത്തിലുള്ള പഠനങ്ങൾ ഇതിനെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അവരുടെ അധ്വാനവും സമയവും ഊർജവും ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ചതിന്റെ അവർക്കുണ്ടായ താല്പര്യവും മുസ്ലിം ഉമ്മത്തിനെ അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് ശരിയായ നിലപാടനുസരിച്ച് പഠിക്കാൻ വേണ്ടി ആണ് അത്തരം ആളുകൾ ഈ ശ്രമങ്ങൾ നടത്തിയത്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ പ്രത്യേകമായി നേരത്തെ പറഞ്ഞല്ലോ 36 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. ഇനി അതിന്റെ പുറമെ മഹ്ദിയെ സംബന്ധിച്ച് മാത്രം ആ ഹദീസുകളും അതിന്റെ സനദുകളും അതിന്റെ സ്വീകാര്യതകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി 10-ലധികം പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ മാത്രം എഴുതപ്പെട്ടതായും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഒക്കെ പേര് പറഞ്ഞോണേ ഉള്ളൂ, എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. അബൂബക്കർ ബിൻ അബി ഹൈസമ എന്ന് പറയുന്ന ആള് ഈ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. 2 അൽ ഹാഫിൽ അബൂ നുഐം ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ച പുസ്തകത്തെ ചുരുക്കി മുലഖസാക്കി ഇമാം സുയൂത്തി അൽ അർഫുൽ വർദി ഫി അഖ്ബാരിൽ മഹ്ദി എന്ന പേരിൽ സംക്ഷിപ്തമായി അതിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാത്ത, അബൂ നുഐം പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇമാം സുയൂത്തി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാഫിൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഭാഗം തന്നെ അൽ ഫിതനു വൽ മലാഹിം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇബ്നു കസീർ മാറ്റിവെച്ചിട്ടുണ്ട്. 4-ാമത്തായി ഇബ്നു ഹജറുൽ മക്കി അദ്ദേഹം അൽ ഖൗലുൽ മുഖ്തസർ ഫി അലാമാത്തിൽ മഹ്ദിയിൽ മുൻതളർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അൽ അലിയുൽ മുത്തഖി അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ അലി അൽ മുത്തഖി എന്ന് പറയുന്ന കൻസുൽ ഉമ്മാലിന്റെ രചയിതാവായ ആള് അദ്ദേഹം റിസാലത്തുൻ ഫി ഷഅനിൽ മഹ്ദി എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. 6-ാമത്തേത് മുല്ല അലിയുൽ ഖാരി, ഇമാം ബുഖാരിക്ക് സഹീഹുൽ ബുഖാരിക്ക് ശർഹ് ചെയ്തിട്ടുള്ള പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം അൽ മഷ്റൂബുൽ വർദി ഫി മദ്ഹബിൽ മഹ്ദി എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. 7-ാമത്തേത് മർഇ ഇബ്നു യൂസുഫ് അൽ ഹംബലി എന്ന് പറയുന്ന ആള് ഫവായിദുൽ ഫിക്ർ ഫി ളുഹൂരിൽ മുൻതളർ എന്ന പേരിൽ ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൻആനി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു പുറമെ 8-ാമതായി ഇമാം ഷൗക്കാനി അത്തൗളീഹു ഫി തവാത്തുരി മാ ജാഅ ഫിൽ മഹ്ദിയിൽ മുൻതളർ വദ്ദജ്ജാൽ വൽ മസീഹ് ഷൗക്കാന്റെ പുസ്തകമാണ്. പിന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ, ഇന്ത്യക്കാരനാണ്. സിദ്ദീഖ് ഹസൻ ഖാൻ എന്നാൽ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്ന പണ്ട് കാലത്തെ രാജകുടുംബത്തിൽ ജനിച്ച ആളാണ് സിദ്ദീഖ് ഹസൻ ഖാൻ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അൽ ഹദീസുൽ ഖാലിയ ബി ഖുറൂജിൽ മഹ്ദിയി മിൻ ആലി മുഹമ്മദിൻ വ അന്നഹു യൽഹറു ഫി ആഖിരി സമാൻ. ഇവിടെ 9 പുസ്തകങ്ങളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അതിന്റെ രചയിതാക്കളെക്കുറിച്ചും ഞാനിവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ പിന്നെ ഇതിന്റെ പുറമെ നേരത്തെ വായിച്ചിട്ടുള്ള അബ്ദുൽ അലീം എന്ന് പറയുന്ന ആളുടെ പുസ്തകവും അതിൽ നിന്ന് അദ്ദേഹം ഈ ഹദീസുകളെ കുറിച്ച് റിവായത്തുകളും ഹദീസുകളും അസറുകളെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനവും ഒക്കെ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച തിസീസിൽ അങ്ങനെ 10 ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ പഠിക്കേണ്ട ആളുകൾക്ക് ഇതിന്റെ വസ്തുത എന്തെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന സ്രോതസ്സുകളാണ്. ഇനി ഈ ഹദീസുകൾ സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെ പരിശോധിച്ചാൽ ഇമാം ഹാക്കിം, ദഹബി, അബൂ നുഐം, ഇബ്നുൽ അറബി അൽ മാലിക്കി, ഖുർത്തുബി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, സുയൂത്തി,
ഇങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകൾ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ വാദങ്ങൾ ഒരു നിലക്കും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ പറയുന്ന ഹദീസുകൾ നേരത്തെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മുത്തവാത്തിറായവയാണ് എന്നത് ഇബ്നു ബാസ് സ്വന്തം നിലക്ക് പറഞ്ഞതല്ല. അത് ആരൊക്കെ പറഞ്ഞു എന്നുള്ളതും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അൽ ഹാഫിൽ അബുൽ ഹസൻ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഈ ഹദീസുകൾ ഖദ് തവാത്തറത്തിൽ അഖ്ബാർ വസ്തഫാലത് അൻ റസൂലില്ലാഹി ബിദിക്രിൽ മഹ്ദി എന്ന് പറഞ്ഞുകൊണ്ട് മഹ്ദിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അത് മുത്തവാത്തിറാണ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ്. രണ്ടാമത്തേത് മുഹമ്മദ് അൽ ബർസഖി അദ്ദേഹത്തിന്റെ അൽ ഇശാഅത്തു ലി അസ്റാത്തി സഅ ഈ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ മുത്തവാത്തിറാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് അൽ അല്ലാമ മുഹമ്മദ് അസഫാരീനി, സഫാരിൻ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് ചേർത്തിട്ടാണ് സഫാരീനി എന്നറിയപ്പെടുന്നത്. അദ്ദേഹവും ഇതേ കാര്യം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി, നേരത്തെ പറഞ്ഞ ഗ്രന്ഥം രചിച്ച ഷൗക്കാനി, സിദ്ദീഖ് ഹസൻ ഖാൻ, പിന്നെ മുഹമ്മദ് ഇബ്നു ജഅഫർ അൽ ഖത്താനി, ഇങ്ങനെ 6 പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് പിന്നെ മുത്തവാത്തിറായ നിലക്ക്, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്ത എണ്ണം സഹാബികളിൽ നിന്ന് അങ്ങനെ ഒരു കൂട്ടമായ ആളുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു നിലക്കും ദുർബലത കടന്നു വരാത്ത തരത്തിൽ 2 നിലക്കുണ്ടാവും. സനദ് കൊണ്ട് തന്നെ പരമ്പര കൊണ്ട് മുത്തവാത്തിറായി വന്നതുണ്ടാവും. ആശയം നോക്കിയാൽ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുത്തവാത്തിറാണ് നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലുള്ളത് എന്ന അർത്ഥത്തിൽ പണ്ഡിതന്മാർ വിശേഷിച്ചിട്ട് രണ്ടും നേരത്തെ ഇബ്നു ബാസിന്റെ വാചകത്തിൽ നമ്മൾ വായിച്ചു. ഇനി മൂന്നാമത്തെ ചർച്ച ഈ വിഷയത്തിൽ മഹ്ദിയുടെ വരവിനെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട വ്യത്യസ്ത വിഭാഗങ്ങളുടെ വീക്ഷണങ്ങൾ എന്താണ്, വിശ്വാസങ്ങൾ എന്താണ്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കാത്തവരുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്? ഇമാം മഹ്ദി ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ നേരത്തെ നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കിയതുപോലെ ഇത് സത്യസന്ധമാണെന്നും വിശ്വസിക്കേണ്ടതാണെന്നും എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഖുബൂരികളായ ആളുകൾ സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്നു. അതല്ല, ലോകാടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഷിയാക്കളല്ലാത്ത സുന്നികൾ എന്നറിയപ്പെടുന്ന ഖുർആനും സുന്നത്തും സഹാബികളുടെ മൻഹജും അംഗീകരിക്കുന്ന ആളുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് സുന്നി. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള മഹ്ദി ഇമാമിനെ സംബന്ധിച്ച കാര്യങ്ങൾ. അവർ അത് അംഗീകരിക്കുന്നു, അതിനെ നിഷേധിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ വിഭാഗം ഷിയാക്കളാണ്. ഷിയാക്കളിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രബല വിഭാഗം എന്ന് പറയുന്നത് ഇമാമിയ്യ വിഭാഗമാണ്. ഇസ്നാഅശരിയ 12 ഇമാമിയങ്ങൾ വരും എന്ന കാര്യം അംഗീകരിക്കുന്ന ഇമാമിയ്യ വിഭാഗം, അതായത് 12 ഇമാമുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിഭാഗം. ഇറാനിലെ ഷിയാക്കൾ, ഇവിടെ നേരത്തെ ഈ ബോറകളെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ അതിന്റെ വേറൊരു പതിപ്പാണ്. ദാവൂദി ബോറകളും അതിൽ തന്നെ വേറെയും ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇത്തരം ആളുകളുടെ വിശ്വാസം എന്താണ്? മഹ്ദി ഉണ്ട് എന്നതാണ്. പക്ഷെ ആ മഹ്ദി ഹദീസ് പറഞ്ഞ മഹ്ദി അല്ല ഷിയാക്കളുടെ മഹ്ദി. അവർ വിശ്വസിക്കുന്ന മഹ്ദി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നബിയേക്കാൾ പവറുള്ള, നേരിട്ട് അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്ന, ഖുർആനിന് പ്രത്യക്ഷവും പരോക്ഷവുമായ അല്ലെങ്കിൽ പ്രകടവും ആന്തരികവുമായ ആശയങ്ങളുണ്ട്. ഈ ആന്തരികമായ ഉൾസാരങ്ങൾ അറിയാൻ കഴിവുള്ളവരാണ് ഇമാമിയങ്ങൾ എന്ന് നമ്മുടെ നാട്ടിലെ ഖുബൂരി സൂഫി തരീഖത്തിന്റെ ഇമാമുകളെ കുറിച്ച് ശിർക്കിന്റെ ആളുകൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് ഷിയാക്കൾ. ഷിയാക്കൾക്ക് അവരുടെ തരീഖത്തിന്റെ ആളുകൾക്ക് ശൈഖിനെ കുറിച്ചാണ് വിശ്വാസമെങ്കിൽ ഷിയാക്കൾക്ക് അവരുടെ ഇമാമിനെ കുറിച്ചാണ് ഈ വിശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെക്കാൾ പവറുള്ള ആളുകളാണ് ആര്? ഇമാമിയങ്ങൾ, സൂഫി തരീഖത്തിന്റെ ശൈഖന്മാരെ പോലെ. രണ്ടും ഒരു ടീമാണല്ലോ, ഒക്കെ ജൂത സൃഷ്ടിയാണ്. അപ്പോ ഇവര് വിശ്വസിക്കുന്ന മഹ്ദി നബിക്ക് ശേഷം വരുന്ന 12 ഇമാമുകളിൽ 12ാമത്തെ, ഇതുവരെ വന്നിട്ടില്ലാത്ത, ഇനി വരാൻ പോകുന്ന മഹ്ദിയാണ് അവർ വിശ്വസിക്കുന്ന മഹ്ദി. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് നേരത്തെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം പറഞ്ഞത്. ഇവർ പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് ആര് വരിക? ഇദ്ദേഹം, ഈ മഹ്ദി വരിക. പിന്നെ ആ മഹ്ദി എന്ന് പറയുന്നത് ഇയാളിപ്പോ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഒരാളാണ്. സിർദാബ് എന്ന് പറഞ്ഞാൽ ഗൾഫ് പോയ ആളുകൾക്കറിയാം. സിർദാബ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിനാണ് പറയുക, ബിൽഡിങ്ങിന്റെ താഴെ നിലക്കാണ് സിർദാബ് എന്നറിയാം. അപ്പൊ ഈ സിർദാബിൽ താമസിക്കുന്ന ഒരാളാണ്. ആ സ്ഥലം എവിടെയാണ്? ഇറാഖിലെ പിന്നെ തക്രീത്ത്, അതുപോലെ തന്നെ ബഗ്ദാദ്. ഈ തക്രീത്ത് ഒക്കെ നേരത്തെ സദ്ദാം ഹുസൈന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമായി തന്നെ അമേരിക്ക കീഴടക്കിയ സമയത്തുള്ള യുദ്ധത്തിന്റെ സമയത്ത് നിരന്തരമായി നമ്മൾ കേട്ടൊരു പേരാണ് തക്രീത്ത്. ഈ തക്രീത്തിനും ബഗ്ദാദിനും ഇടയിലുള്ള ടൈഗ്രീസ് നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് സാമറ. ഈ സാമറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇദ്ദേഹം താമസിക്കുന്നു 5 വയസ്സ് മുതൽ. ഇപ്പോ 1100-ലധികം കൊല്ലം കഴിഞ്ഞു. അപ്പൊ 1100 ചില്ലാനും കൊല്ലമായി അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ടാണ് അവർ അൽ മുന്തല്ലർ
ഇപ്പൊ അവിടെ കിടക്കുകയാണ്. ഇനി ഇവിടെ ആളുകൾക്ക് നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, അങ്ങനെ കാലഘട്ടം ആവശ്യമായി വരുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരും എന്നിവർ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മുടെ പക്കലുള്ള യഥാർത്ഥ ഖുർആൻ ഇതല്ല യഥാർത്ഥ ഖുർആൻ എന്നും ഇതിന്റെ 3 ഇരട്ടി വലുപ്പമുള്ള ആയിരക്കണക്കിന് ആയത്തുള്ള യഥാർത്ഥ ഒരു ഖുർആൻ ഈ മഹ്ദിന്റെ കയ്യിലുണ്ടെന്നും ഇപ്പോഴത്തെ ഖുർആൻ സഹാബികളിൽപ്പെട്ട ആളുകൾ വെട്ടിമാറ്റിയതാണെന്നും ഒക്കെ വിശ്വസിക്കുന്നു. അത് മഹ്ദിനെ കുറിച്ച് വലിയ വിശ്വാസമാണ്. ആ മഹ്ദിയാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന മഹ്ദി എന്ന് പറയുന്നത്. അയാൾ അണ്ടർഗ്രൗണ്ടിലാണെങ്കിലും ഓരോ നഗരങ്ങളിലും അയാൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിശ്വാസമാണ് എല്ലാ പട്ടണങ്ങളിലും നഗരങ്ങളിലും അദ്ദേഹം ഹാജരാവും. ഇത് നമ്മുടെ നാട്ടിലെ കുബൂരികൾ ഖളിറിനെ കുറിച്ച്, ഖിളിർ എന്ന് പറയുന്ന ഖളിർ, അദ്ദേഹം ഹാലിറു അല്ലേ, ആൻ ഹാജറാവും, അങ്ങനെ ഹാജരാവുന്ന എല്ലായിടത്തും ഹാജരാവുന്ന ആളാണ്. ഹിന്ദുക്കളുടെ വിശ്വാസമാണ് ചിരഞ്ജീവി. അതുപോലെ മരിക്കാതെ നിലനിൽക്കുന്ന ഇതാണ് ഖളിറിനെ കുറിച്ച് കുബൂരികളുടെ വിശ്വാസം. ഇതുപോലെ ഷിയാക്കളുടെ വിശ്വാസമാണ് ഇയാൾ അണ്ടർഗ്രൗണ്ടിലാണെങ്കിലും എല്ലാ ടൗണിലും അദ്ദേഹം വരും. പക്ഷേ എന്താണ്, ഗായിബുൻ അനിൽ അബ്സ്വാർ, കണ്ണിൽ നിന്ന് അയാൾ അപ്രത്യക്ഷനാണ്, ഒരു മനുഷ്യനും നോക്കിയാൽ കാണാൻ പറ്റൂല. ഈ വാദം പ്രമാണം കൊണ്ടോ ഇനി ബുദ്ധി കൊണ്ട് തന്നെയോ അള്ളാഹുവിന്റെ നടപടിക്കനുസരിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനൊക്കെ എതിരാണ്. എന്തെങ്കിലും തെളിവുണ്ടേ? ഒന്നുമില്ല. ഇനി അങ്ങനെ അയാൾ വരും എന്ന് പറയുകയാണെങ്കിൽ നന്മ കൽപ്പിക്കാൻ തിന്മ കൽപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴല്ലേ വരണ്ടി? ഇപ്പൊ നല്ല ഫിത്തനറിഞ്ഞ കാലമാണല്ലോ, അല്ലെ? ഓരോ കാലഘട്ടം നന്മ കൽപ്പിയും തിന്മ വിലക്കുകയും വേണ്ടേ? അപ്പോ അങ്ങനെ ഒരു തെറ്റായ വിശ്വാസം ഇവർക്കുണ്ട്. ഇനി ഈ 3ാമത്തെ വിഭാഗം മഹ്ദിയെ നിഷേധിക്കുന്ന ആളുകളാണ്. അങ്ങനല്ല എന്ന് കളവാക്കുന്ന ആളുകൾ. ഈ കളവാക്കുന്നവരിൽ അഹ്ലുസുന്നത്തിലേക്ക് ചേർത്ത് പറയുന്ന ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അതിൽ തന്നെ നല്ല മനുഷ്യന്മാരുണ്ട്, ചീത്ത ആളുകളുണ്ട്, ഭരണാധികാരിയായി അറിയപ്പെട്ടവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണ്? ഇവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഹ്ലുസുന്നത്തിന്റെ നിലപാടിനും എതിര് പറഞ്ഞ ആളുകളാണ്. ഈ ആളുകളെയൊക്കെ ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാർ ഖണ്ഡിച്ചിട്ടുണ്ട്. അവരെ ഖണ്ഡിച്ചുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ കാണാം. ഇതിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം നേരത്തെ പറഞ്ഞ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിന്റെ പുസ്തകമാണ് അർ-റദ്ദു അലാ മൻ കദ്ദബ ബിൽ അഹാദീഥി സ്വഹീഹത്തിൽ വാരിദത്തി ഫിൽ മഹ്ദി. മഹ്ദിയെ സംബന്ധിച്ച് വന്നിട്ടുള്ള സ്വഹീഹായ ഹദീത്തുകളെ കളവാക്കിയവർക്കുള്ള ഖണ്ഡനം എന്ന് പറയുന്ന അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിന്റെ പുസ്തകം. ഈ പുസ്തകത്തിലുള്ള കുറെ കാര്യങ്ങളാണ് നേരത്തെ ഞാൻ വായിച്ചുപോയത്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹമൂദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഹമദ് അത്തുവൈജിരി, സൗദി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അൽ ഇഹ്തിജാജു ബിൽ അസർ അമ്മൻ അൻകറൽ മഹ്ദിയൽ മുൻതളർ, വരാൻ പോകുന്ന അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദിയെ നിഷേധിച്ചവർക്ക് അവർക്കെതിരിൽ അസർ കൊണ്ട് തെളിവ് പിടിക്കൽ. അസർ എന്ന് പറഞ്ഞാൽ ഇവിടെ വെറും അസർ എന്ന് പറയുമ്പോൾ ഹദീസ് പെടും, സഹാബത്തിന്റെ വാക്കും പെടും, സലഫുകളുടെ വാചകം പെടും. അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയൽ. ഇങ്ങനെ പണ്ഡിതന്മാർ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ തുവൈജിരിയുടെ പുസ്തകം എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വേറെ ചില ആളുകൾ ഭരണാധികാരികളായി രംഗത്ത് വന്നു, അല്ലെങ്കിൽ ഭരണാധികാരികളായി വന്നു. എന്നിട്ട് അവരെന്ത് വാദിച്ചു? ഞങ്ങൾ മഹ്ദിയാണ് എന്ന് ഒന്നുകിൽ അവർ തന്നെ വാദിച്ചു, ഭരണാധികാരികൾ തന്നെ. വേറെ ചിലരെ ഭരണാധികാരികളുടെ അനുയായികൾ ഈ ഭരണാധികാരിയാണ് നബി പറഞ്ഞ മഹ്ദി എന്ന് പറഞ്ഞു. ആ ആളുകളെ തന്നെ 2 തരക്കാരായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇങ്ങനെ മഹ്ദിയാണ് എന്ന് പേരിൽ വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശരിയായ മഹ്ദി ഞങ്ങളാണ് എന്നവർ വാദിച്ചിട്ടില്ല. പക്ഷെ മഹ്ദി എന്ന് പേരിട്ടു. അതെന്തിനാ? അല്ലെങ്കിൽ പേരിന്റെ കൂടെ മഹ്ദി എന്നുകൂടി ചേർത്തു. കാരണം മഹ്ദി എന്ന് പറഞ്ഞാൽ അക്രമം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീതി നടപ്പാക്കാൻ വരുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പൊ ആ സ്ഥാനത്ത് ഞാനിവിടെ അക്രമം ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ഭരണാധികാരിയാണ്. അപ്പൊ ഒരു മഹ്ദി എന്ന് പറഞ്ഞത് നല്ല ഒരാളെ കുറിച്ചുള്ളൊരു പ്രയോഗമാണല്ലോ. ആ നിലക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ആളുകൾക്കുണ്ടാകാൻ വേണ്ടി മഹ്ദി എന്ന പേരിൽ വന്ന ആളുകൾ, അല്ലാതെ യഥാർത്ഥ മഹ്ദിയാണ് ഞങ്ങൾ എന്നവർ വാദിച്ചിട്ടില്ല. അങ്ങനെ മഹ്ദി എന്ന പേര് സ്വീകരിച്ച സാലിഹീങ്ങളായ ചില ആളുകൾ. എന്നാൽ വേറെ ചില ആളുകൾ തമ്മാടികളായ ഭരണാധികാരികൾ, കള്ളന്മാരായ ഭരണാധികാരികൾ, ഒന്നുകിൽ അവർ തന്നെയോ അവരുടെ അനുയായികളോ അവർക്ക് മഹ്ദി എന്ന് പേരിട്ട് വിളിച്ചു. ആദ്യത്തെ ആളുകൾ കുറ്റക്കാരല്ല, ഇവര് കള്ളന്മാരാണ്. ഈ 2ാമത്തെ വിഭാഗത്തിൽ ആരൊക്കെപ്പെടും അവരെക്കുറിച്ചും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നിരീശ്വരവാദിയും ജൂതനായ വല്യാപ്പയുടെ മകനായി ജനിച്ച ഉബൈദുള്ള അൽ ഖദ്ദാഹ് എന്ന് അറിയപ്പെടുന്ന വളരെ വൃത്തികെട്ടവനായ 259 ജനിച്ച് ഹിജ്റ 322 മരണപ്പെട്ട ഒരു വ്യക്തി ഉബൈദിയ്യാക്കൾ എന്നാണ് അദ്ദേഹത്തിന്റെ കക്ഷി അറിയപ്പെടുന്നത്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് കശ്ഫു ശുബ്ഹാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഖുബൂരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനൊക്കെ മുസ്ലിമാണോ എങ്കിൽ ഈ പറയുന്ന ഉബൈദിയ്യാക്കളിൽ 2 തരം ആളുകളുണ്ട്. തീരെ ദീനില്ലാത്ത നിരീശ്വരവാദികളായ ആളുകൾ. ഈ ഉബൈദുള്ളനെ കുറിച്ച് അൽ മുൽഹിദ് എന്നാ പറയുന്നത്, നിരീശ്വരവാദിയായ ഉബൈദുള്ള.
പേര് മാപ്പിളന്റെ പേരാണ്. ഞാൻ അഹ്ലു കിതാബപ്പെട്ട അഹ്ലു ബൈത്തപ്പെട്ട ആളാണ് എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ട്. പക്ഷേ അവർ രണ്ടു തരക്കാരുണ്ട്. തീരെ ദീനില്ലാത്ത നിരീശ്വരവാദികളും പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളാണെന്ന് പറയുകയും ബാങ്ക് കൊടുക്കുകയും പള്ളിയിൽ ജമാഅത്തും ജുമയൊക്കെ നടത്തുകയും ചെയ്ത എന്നാൽ ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ ചെയ്ത വേറൊരു കൂട്ടം ആളുകളും. ഈ രണ്ടു കൂട്ടരും ഇവരിലുണ്ട്. ആ ആളുകൾ, ഇവരുടെ നേതാവായ ഈ ഉബൈദുള്ള അൽ ഖദ്ദാഹ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ പാരമ്പര്യം നമ്മൾ പറഞ്ഞല്ലോ, ജൂതന്റെ മകനാണ്, നിരീശ്വരവാദിയാണ്. പിന്നെ അഹ്ലു ബൈത്തപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹം വ്യാജവാദം നടത്തി. കാരണം എന്താ, അഹ്ലു ബൈത്തപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലേ മഹ്ദിയ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നബിന്റെ മക്കളിൽ പെട്ടവനാണെന്ന് പറഞ്ഞാൽ സയ്യിദായി, തങ്ങളായി, ഓറായി. അപ്പോ അങ്ങനെ വാദിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ അദ്ദേഹം വാദിക്കുകയും എന്നിട്ട് അക്രമം കൊണ്ടും അനീതി കൊണ്ടും ആളുകളെ കൊന്നൊടുക്കിയും ഭരണം പിടിച്ചടക്കുകയും ഞാൻ മഹ്ദിയാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സന്താനങ്ങളും മൊറോക്കോ, ഈജിപ്ത്, ഹിജാസ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നായി വലിയൊരു ഭരണ സാമ്രാജ്യം ഇയാൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയ ഈ ഭരണാധികാരിയെ അക്കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾ ഇയാൾ കാഫറാന്ന് പ്രഖ്യാപിച്ചു. ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ അഹ്ലു ബൈത്തപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ജുമാ എടുത്തുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇവരോട് യുദ്ധം ചെയ്തു അന്നത്തെ മുസ്ലിങ്ങൾ? ഇവരെ തോൽപ്പിച്ചു, അവരുടെ നാട് പിടിച്ചടക്കി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോണ്ട് മാത്രം മുസ്ലിം ആവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനും നമസ്കരിച്ചവനും ജുമാ നടത്തുന്നവനും കാഫറാവും ശിർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കുഫാവുന്ന കാര്യം ചെയ്താൽ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് സാധനമല്ല, അല്ലെങ്കിൽ ഇരുമ്പൊലക്കെ അല്ല, പൊട്ടാത്ത തകരാത്ത ബാത്തിലായി പോകാത്ത ഒരു സാധനമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനൊക്കെ മുസ്ലിം അല്ലേ എന്ന് കുബൂരികളും ചില സലഫികളും മുജാഹിദീങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുശ്രിക്കാക്കുന്നത്, കാഫറാക്കുന്നത്? മുസ്ലിങ്ങളെ കാഫറാക്കലാണ്, തീവ്രവാദമാണെന്നൊക്കെ പറഞ്ഞ അതിന് മറുപടി പറഞ്ഞതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അതിന് ഉദാഹരണമായി പറഞ്ഞതാണ് ഈ കൂട്ടരെ. കാരണം ഇവരോട് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അവർ കാഫറാണെന്ന് പത്ത് കൊടുക്കുകയും അവരെ കൊല്ലുകയും ഭരണകൂടം നശിപ്പിക്കുകയും എന്നിട്ടത് മുസ്ലിങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു ഈ പ്രദേശങ്ങളൊക്കെ. അപ്പോ അങ്ങനത്തെ വിഭാഗമായ ഈ പറയുന്ന മതവിരോധികളായ ആളുകളാണ് ഈ പറയുന്ന ഉബൈദുള്ള വിഭാഗം. ഇവര് നേരത്തെ പറഞ്ഞ ഷിയാക്കളുടെ റാഫിലി വിഭാഗങ്ങളാണ്. ഇറാനിലെ ഷിയ റാഫിലികളാണ്. ഖറാമിത്ത അല്ലെങ്കിൽ കർമ്മത്തി, അതിനാണ് ഖറാമിത്ത, അതിന്റെ ബഹുവചനാണ്. അതുപോലെ തന്നെ ബാത്തിനിയാക്കൾ എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഖുർആാനിന്റെ ബാഹ്യാർത്ഥമല്ല ഉൾസാര വ്യാഖ്യാനം അറിയുന്നവർ എന്നൊക്കെ പറയുന്ന ദീന്റെ ശത്രുക്കളും മതത്തിന്റെ കുപ്പായമിട്ട് മതത്തിന്റെ മുസ്ലിങ്ങളുടെ വേഷം കെട്ടി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നിരീശ്വരവാദം പ്രചരിപ്പിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ പൊളിച്ച ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണ് ഇവരുടെ ഭരണകൂടത്തെ നശിപ്പിച്ചത്. അപ്പൊ ഈ ചങ്ങാതിന്റെ നിരീശ്വരവാദിന്റെ പേരും എന്താ, അയാൾ ഞാൻ മഹ്ദിയാണെന്നാണ് വാദിച്ചത്. രണ്ടാമത്തെ ഒരാൾ മുഹമ്മദ് ബിൻ തൂമർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്റ 485 ജനിച്ച് ഹിജ്റ 524 മരണപ്പെട്ട മഹ്ദിയുൽ മഗാരിബ, വേറെ പേരുടെ ഉണ്ട് അദ്ദേഹത്തിന്, മഹ്ദിയുൽ മഗാരിബ, മൊറോക്കോക്കാരുടെ പിന്നെ മഹ്ദി എന്ന പേരിൽ അറിയപ്പെട്ട വേറൊരാൾ. ഇയാളും മഹ്ദിയാണ് എന്നാണ് വാദിച്ചത്. ഈ മഹ്ദിയുൽ മഗാരിബ എന്ന മുഹമ്മദ് തോമർത്തിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ മഹ്ദി ഇമാമിനെ കുറിച്ചുള്ള ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അൽ മനാറുൽ മുനീഫ് ഫി സഹീഹി വൽ ലഈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ 153 പേജിൽ ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഇദ്ദേഹം ആരാണ്? കദ്ദാബുൻ ളാലിമുൻ മുതഗല്ലിബുൻ ബിൽ ബാത്തിലി മുല്ലിക ബിൽ ദുൽമി വത്തഗല്ലുബി വത്തഹയ്യുൽ. കുതന്ത്രം പ്രയോഗിച്ചും അക്രമം കൊണ്ടും അന്യായം കൊണ്ടും ആളുകളെ ജയിച്ചടക്കി ബാത്തില് കൊണ്ട് അക്രമമായ ഭരണം നടത്തിയ കള്ളനായവരാണ്. ഇനി അതിലപ്പുറം ഒന്നും പറയേണ്ടതില്ല. അങ്ങനെയുള്ള ആൾ മുസ്ലിങ്ങളുടെ ശരീരങ്ങളെ കൊല്ലുകയും മുസ്ലിങ്ങളുടെ ഭാര്യമാരെ ഹലാലാക്കി തീർക്കുകയും അവരുടെ സന്താനങ്ങളെ ബന്ധനസ്ഥരാക്കി പിടിക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ഹജ്ജാജ് ബിൻ യൂസുഫിനേക്കാൾ വലിയ ശർറായി മാറുകയും ചെയ്ത ആളാണ് ഈ മുഹമ്മദ് ബിൻ തോമർത്ത് എന്ന മഹ്ദിയുൽ മഗാരിബ എന്നറിയപ്പെട്ട വ്യക്തി. എന്നിട്ട് അദ്ദേഹം ഖബർ കുഴിച്ചിട്ട് ഞാനാണ് മഹ്ദി എന്ന് വരുത്താൻ വേണ്ടി ചെയ്തൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, ഖബർ കുഴിക്കുക, എന്നിട്ട് ഖബറിന്റെ ഉള്ളിൽ ജീവനോടെ ആളുകളെ ഇരുത്തുക, എന്നിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കുക, ഇതാ ഇയാൾ മഹ്ദിയാണ്, ഈ മുഹമ്മദ് ബിൻ തോമർത്ത് മഹ്ദിയാണ് എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കുക. അപ്പൊ എന്താ, ആളുകൾ മനസ്സിലാക്കും ഇതൊക്കെ കുബൂരി വിശ്വാസമുള്ള ആൾക്കാരല്ലോ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് കണ്ടോ വിളിച്ചു പറയുന്നു ഇയാൾ മഹ്ദിയാണ് എന്ന് പറയിപ്പിക്കുകയും നേരം വെളുക്കുന്നതിനിടയ്ക്ക് ഈ ഖബറ് പിന്നെ തകർത്ത് കളയുകയും ചെയ്യും. അപ്പൊ ഇയാള് ഈ ഖബറിന്റെ ഉള്ളിലുള്ള ആളുകൾ ജീവനുള്ള ആൾക്കാരാണ്. ആ ഖബർ നശിപ്പിച്ചിട്ട് അവരെ കൊല്ലും. പിന്നെ വേറെ ആളെ ഏർപ്പാടാക്കും. അപ്പൊ എന്തിനാ, ഇത് ഖബറിനുള്ളുന്ന ആളുകൾ വിളിച്ചു പറയാണ്, അതുകൊണ്ട് ഇയാൾ മഹ്ദിയാണ് എന്ന് വിശ്വസിക്കണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഈ ആളുകൾ
ഈ ആളുകൾ ആരാണ്? ഇദ്ദേഹത്തിന്റെ അനുയായികൾ, ഈ മുഹമ്മദ് ബിൻ തോമർത്തിന്റെ അനുയായികൾ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ച ജഹ്മിയാക്കളിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹ്ദിയുൽ മഗാരിബ എന്നതിന് പുറമെ മഹ്ദിയുൽ മഅസൂം, പാപസുരക്ഷിതനായ മഹ്ദി എന്ന പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ചിരുന്നു എന്നും അതിൽ നിന്ന് കാണാൻ സാധിക്കും. മൂന്നാമത്തെ വിഭാഗം, ഒന്ന് അഹ്ലുസുന്നയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഈ പറയുന്ന കള്ളന്മാരായി വാദിച്ചു വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ പിന്നെ വേറൊരു വിഭാഗമാരാണ് കെയ്സാനിയ എന്നറിയപ്പെടുന്ന വിഭാഗം. ഇതും ഷിയാക്കളുടെ വിഭാഗമാണ്. കുറേ വിഭാഗമുണ്ട് ഷിയാക്കളിൽ. അതിൽ കെയ്സാനിയ വിഭാഗം. ഈ കെയ്സാൻ എന്ന് പറയുന്നത് ചില ആളുകൾ നബി കുടുംബത്തിലെ ഒരാളുടെ അടിമയായ ആളായിരുന്നു ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും മുഖ്താർ ബിനു അബി ഉബൈദ് അത്തഖഫി എന്നറിയപ്പെടുന്ന ആളുടെ സ്ഥാനപ്പേരാണ് കെയ്സാൻ. ആ കെയ്സാനിലേക്ക് ചേർത്തുകൊണ്ടാണ് കെയ്സാനിയ എന്നറിയപ്പെടുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ റാഫിദി ഷിയാക്കളിൽപ്പെട്ട ഈ ബോറകൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇസ്നാശിർ എന്ന് പറഞ്ഞ പോലെ വേറൊരു വിഭാഗമാണ് കെയ്സാനിയ ഷിയാക്കളായ വിഭാഗം. അവര് വിശ്വസിക്കുന്നത് മഹ്ദി എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം റളുവ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ അടുത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കാവൽക്കാരായി 2 സിംഹങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ അയനാനിനല്ലാഹത്താൻ, അങ്ങനെ 2 അരുവികൾ അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. ഒന്ന് വെള്ളവും ഒന്ന് തേനുമാണ്. അദ്ദേഹം അതിലേക്ക് പ്രവേശിച്ചു. 40 ആളുകളും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു. എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ ദുനിയാവിലേക്ക് അവർ തിരിച്ചുവരും. അക്രമം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ അങ്ങനെ വരുന്ന മഹ്ദി ഇദ്ദേഹമാകുന്നു, മുഹമ്മദുൽ ഹനഫിയ എന്ന് പറയുന്ന ആൾ. ഇതാണ് ഈ പറയുന്ന കെയ്സാനിയ വിഭാഗത്തിന്റെ പിന്നെ വാദം എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഇത് നിഷേധിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നിഷേധിച്ച ആളുകളെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു പോയി. അതിന് മറുപടി പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞു. അത് വിഷയത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും പറഞ്ഞു. ഈ കൂട്ടത്തിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടുന്ന ആധുനികരായ 2 ആളുകളാണ്. ഒന്ന് എല്ലാവർക്കും സുപരിചിതനായ ഇബ്നു ഖൽദൂൻ. ഈ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത്, ഇബ്നു ഖൽദൂനെ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ. മലയാളത്തിലേക്ക് ഈ അദ്ദേഹത്തിന്റെ മുഖദ്ദിമ എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ്, ചരിത്രത്തിനൊരു ആമുഖം എന്നോ മറ്റോ പേരിൽ അതൊരു സാഹിത്യമാണ്, ചരിത്രമാണ്, പലതുമാണ്. അങ്ങനെ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ചരിത്രകാരൻ മഹ്ദിയെ സംബന്ധിച്ച് വന്ന ഹദീസുകളെ നിരൂപണം നടത്തുകയും അതിലുള്ള പല ഹദീസുകളും അദ്ദേഹം ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇബ്നു ഖൽദൂന്റെ വാചകം പിടിച്ചുകൊണ്ട് പിൽക്കാലത്ത് വന്ന, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം വന്നവരും ആധുനികരുമായ പല ആളുകളും അത് പൊക്കിപ്പിടിച്ച് കണ്ടോ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിഷേധിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കേണ്ടതേയില്ല. കാരണം എന്താ, നേരത്തെ പറഞ്ഞ ഡസൻ കണക്കിന് പുസ്തകങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളും 300 ചില്ലാനും റിവായത്തുകളും ഒക്കെ ഈ വിഷയത്തിലുണ്ട്. ആ ഹദീസുകളെ കുറിച്ച് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? അല്ലാത്ത ആളുകളുടെ വാദം പരിഗണിക്കേണ്ടതേയില്ല, തിരിഞ്ഞു നോക്കേണ്ടതേയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത് ഹദീസ് പണ്ഡിതനല്ല, മതപണ്ഡിതനല്ല, ഹദീസ് നിരൂപകനുമല്ല, അതിലൊട്ടും കഴിവുള്ള ആളുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിക്കേണ്ടതേയില്ല. ഇനി അദ്ദേഹം പറഞ്ഞ വാദങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഹദീസ് നിരൂപകനായ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ ഇദ്ദേഹത്തിന്റെ വാദത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും പല പണ്ഡിതന്മാരും അതിന് മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങനെയൊക്കെയാണെങ്കിലും ഇബ്നു ഖൽദൂനെ പിടിച്ചുകൊണ്ടാണ് പലരും മഹ്ദിയുടെ ഹദീസ് ഗണ്ണിച്ചിട്ടുള്ളത്, നിഷേധിച്ചിട്ടുള്ളത് എങ്കിൽ ഇമാം മഹ്ദി തന്നെ പൂർണ്ണമായും മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു വാചകം ഞാനിവിടെ വായിക്കാം. ഫഹാദിഹി ജുംലത്തുൽ അഹാദീസ് ഇല്ലത്തി ഖറജഹ അൽ അഇമ്മത്തു ഫീ ശഅനിൽ മഹ്ദി. മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിരൂപണം നടത്തിക്കൊണ്ട് അദ്ദേഹം പറയാൻ, മഹ്ദിയെ സംബന്ധിച്ച് ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളുടെ ഒരു കൂട്ടമാണിവ. വഖുറൂജുഹു ആഖിറസ് സമാൻ, അദ്ദേഹത്തിന്റെ പുറപ്പാട് കാലത്തിന്റെ അവസാന സമയത്തായിരിക്കും. കമാ റഅയ്ത, നീ നേരത്തെ മനസ്സിലാക്കിയതുപോലെ. എന്നാൽ ഈ ഹദീസുകൾ ലം യഖ്ലുസ് മിൻഹാ മിനൻ നഖ്ദി, ഈ ഹദീസുകളൊന്നും നിരൂപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഇല്ലൽ ഖലീൽ, കുറച്ച് ഹദീസുകളല്ലാതെ. ഔ അൽ അഖല്ലു മിൻഹു, അല്ലെങ്കിൽ കുറച്ചിൽ നിന്ന് വളരെ കുറച്ച്, എന്നാൽ വളരെ ചെറിയ ഹദീസുകളല്ലാതെ നിരൂപണത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനേക്കാൾ വ്യക്തമായ ഒരു വാചകം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വേറെ വായിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഈസാ നബിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ഈസാ നബിന്റെ വരവിൽ മഹ്ദിയാണ് അവർക്ക് ഇമാമത്ത് നിൽക്കുക എന്ന് വേറെ സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, ഇബ്നു ഖൽദൂൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ഹദീസുകളെയും അദ്ദേഹം തള്ളിയിട്ടില്ല.
മഹ്ദി വരുമ്പോ മഹ്ദിയാണ് ഈസാ നബിയുടെ കാലത്ത് ഇമാമത്ത് നിൽക്കുക എന്നത് അദ്ദേഹം വേറെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഇവരുടെ വാദം മൊത്തം ഹദീസുകളെ നിഷേധിക്കുക എന്ന വാദം ആർക്കുണ്ടായിരുന്നില്ല? ഇബ്നു ഖൽദൂനില്ല. കാരണം എന്താ, കുറച്ച് ഹദീസ് സഹീഹായതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറച്ചെണ്ണം വേണമല്ലോ, ഒറ്റ ഹദീസ് മതി ഒരു വിഷയത്തിൽ നമുക്ക് തെളിവിന്. അപ്പൊ പിന്നെന്താ അദ്ദേഹം ഇല്ലൽ ഖലീൽ അല്ലെങ്കിൽ അഖൽ കുറച്ച് അല്ലെങ്കിൽ വളരെ കുറച്ച് എന്നൊക്കെ പറഞ്ഞാലും ചിലത് സഹീഹായുണ്ട് എന്ന് വന്നാൽ തന്നെ അത് സ്വീകാര്യയോഗ്യമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇബ്നു ഖൽദൂന് പാടെ നിഷേധിക്കുക നിലപാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറയാക്കിക്കൊണ്ട് പറയുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ പോലും കളവ് പറയുകയാണ് എന്ന വസ്തുത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ആധുനികനായ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള റഷീദ് റിള, ഈജിപ്തിൽ ജീവിച്ച ആള്. അദ്ദേഹത്തിന് നല്ല കുറെ വശങ്ങളുണ്ട്. അദ്ദേഹം വിമർശിക്കപ്പെട്ട ആളുമാണ്. അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളും തഫ്സീറുകളും ഒക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പലരും ഉദ്ധരിച്ചതും കാണാം. ആ മനാർ എന്ന പേര് പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ മാസികയായ പ്രസിദ്ധീകരണത്തിന് അൽ മനാർ എന്ന് മാസികക്ക് പേര് കൊടുത്തത്. ആ കാലഘട്ടത്തിലെ കേരളത്തിലെ മുജാഹിദുകളിൽപ്പെട്ട പല ആളുകളെയും സ്വാധീനിച്ച ഒരാളാണ് മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ റഷീദ് റിള, ജമാലുദ്ദീൻ അഫ്ഗാനി എന്നൊക്കെ പറഞ്ഞത്. അത് അവരെ എഴുതിയ പുസ്തകങ്ങളിൽ കാണാം. ഈ മുഹമ്മദ് റഷീദ് റിള ഇദ്ദേഹം ഈ പറയുന്ന ഹദീസുകളൊക്കെ പരസ്പര വൈരുദ്ധ്യവും ആ വൈരുദ്ധ്യമാണ് എന്നത് പ്രകടമായ കാര്യവും സംയോജിപ്പിക്കൽ ജമ്മ് ചെയ്യാൻ പറ്റാത്തതും, അതുപോലെ തന്നെ അതിനെ നിഷേധിച്ചവർ ഒരുപാട് ആളുകളുണ്ട്, അതിൽ ശുബ്ഹത്തുണ്ട്. പിന്നെ ഇമാം ബുഖാരിയോ മുസ്ലിമോ ഈ ഹദീസുകളൊന്നും റിവായത്ത് ചെയ്തിട്ടില്ല. ഇത് മുസ്ലിം ഉമ്മത്തിൽ വലിയ കോളിളക്കങ്ങളും വിവാദങ്ങളും ഫിത്നകളും ഇളക്കിവിട്ട സംഭവമാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഷീദ് റിള ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ഈ വിമർശനങ്ങൾക്കും ഒരുപാട് പണ്ഡിതന്മാർ പല നിലക്ക് മറുപടി പറഞ്ഞത് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട്. ഇനി മനസ്സിലാക്കാനുള്ളത് എപ്പോഴാണ് ഇമാം മഹ്ദി വരിക എന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് നേരത്തെ പറഞ്ഞ ഇബ്നു കസീറിന്റെ അൽ ഫിത്തനു വൽ മലാഹിം എന്ന വാചകത്തിൽ നിന്ന് അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഈസാ നബി ഇറങ്ങുന്ന സമയത്താണ് മഹ്ദി ഇമാമ് വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഇബ്നു കസീർ പറഞ്ഞതായി ഇബ്നു ബാസ് ഉദ്ധരിക്കുന്നു. എന്നാൽ രണ്ടും കൂടി പറയുന്നതെന്ന് വെച്ചാൽ ഇബ്നു കസീറും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ബാസ് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ ഈ വിഷയം തുടക്കുമ്പോ ഞാൻ പറഞ്ഞതിൽ മനസ്സിലായി. ഈസാ നബി വരുന്ന സമയത്ത് ഇമാമക്കാൻ വേണ്ടി നിൽക്കുന്നതാരാ? മഹ്ദിയാണ്. അപ്പോ ആ കാലഘട്ടത്തിലാണ് വരുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാം. അതിൽ ആ പറഞ്ഞ ഹദീസാണ് എന്ത്? ഈസാ നബി വരും, അപ്പൊ ഈസാ നബിയെ നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പൊ ഈസാ നബി പറയുന്ന മറുപടി, നിങ്ങളുടെ അമീർ, നിങ്ങളുടെ ഇമാം നിങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് ഈസാ നബി പറയും. അപ്പോ ഈസാ നബി ഇറങ്ങി വരുന്ന കാലഘട്ടത്തിലാണ് മഹ്ദി വരിക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ ഉപോത്ബലകമായി ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ചില റിവായത്തുകൾ നേർക്കുനേരെ മഹ്ദിയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും 3 ഹദീസുകൾ നേരത്തെ ഞാൻ വായിച്ചിരുന്നു. ആ ഹദീസുകളിൽ നിന്നും ഈസാ നബിയുടെ കാലഘട്ടത്തിലാണ് മഹ്ദി വരിക എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിന്റെ അർറദ്ദു അലാ മൻ കദ്ദബ ബിൽ ഹദീസിൽ സഹീഹ അൽ വാരിദ ഫിൽ മഹ്ദി എന്ന് പറയുന്ന ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ഭാര്യമാരിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ. ഹദീസ് ഒന്നും ഇവിടെ ഞാൻ വായിക്കുന്നില്ല. ഇമാം മുസ്ലിം 2208 നമ്പറായി നബിയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലും, നബിയുടെ മറ്റൊരു ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് 2209 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം തന്നെ 2210 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലുമൊക്കെ, എന്റെ സമയക്കുറവുകൊണ്ടാണ് അതൊന്നും വായിക്കാത്തത്, ഈ 3 ഹദീസിലും ഒരു നിധി, ആ നിധിക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ വരുമെന്നും അവരെ നേരിടാൻ വേണ്ടി ഒരു സംഘം ആളുകൾ പുറപ്പെടുമെന്നും അതിൽ ചില ആളുകൾ അടിയിലേക്ക് താഴ്ത്തപ്പെടുമെന്നും എന്നൊക്കെ പറയുന്ന ഹദീസുകളിൽ ഒരു ഭരണാധികാരിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ആ പറയുന്ന പിന്നെ ഇന്ന നാസം മിൻ ഉമ്മത്തി യഉമ്മൂന ബിൽ ബൈത്തി ബിറജുലിൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരാളെയുമായി കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ വരും. അങ്ങനെ ബൈദായിലെത്തുമ്പോൾ ഹുസിഫ ബിഹിം എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹദീസുകളിൽ വന്നിട്ടുള്ള 3 നബിന്റെ 3 ഭാര്യമാരിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 3 ഹദീസിലും പറയുന്ന ആ ഭരണാധികാരി എന്ന് പറയുന്നത് അത് ഇമാം മഹ്ദിയെ സംബന്ധിച്ചാണ്. ഈ കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണ്? ഈസാ നബി വരുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് വരിക എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എവിടെയാണ് വരിക, മഹ്ദി ഇമാം എവിടെ വരും എന്നതിനെ സംബന്ധിച്ച ഹദീസുകളും പിന്നെ
കാര്യങ്ങളും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു പോയ ചില യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കിഴക്ക് നിന്ന് ബിൽ മശ്രിഖ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ബിശ്ശർഖി അല്ലെങ്കിൽ മശ്രിഖ്, കിഴക്ക് ഭാഗത്ത് നിന്നാണ് ആ ഇമാമ് വരിക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇമാം മഹ്ദി വരുന്ന പ്രദേശം കിഴക്ക്, അതായത് ജസീറത്തുൽ അറബുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന്റെ കിഴക്ക് ഭാഗത്ത് നിന്നാണ്. പിന്നെ പുറപ്പെടുന്ന സമയം, പേര്, കാര്യങ്ങൾ, വിശേഷണങ്ങൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു ഹദീസ് സമ്പത്ത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ആ വിതരണം ചെയ്യും അല്ലെങ്കിൽ വാരിക്കൊടുക്കും എന്ന് പറയുന്ന ഹദീസ് അത് ഇമാം മഹ്ദി തന്നെയാണോ അല്ലേ എന്നുള്ള ഒരു ചർച്ച പണ്ഡിതന്മാർ നടത്തിയതായി കാണാൻ സാധിക്കും. ഈ ഹദീസ് നേരത്തെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് മഹ്ദി ഇമാമിനെ സംബന്ധിച്ച് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ അതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. കാരണം എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഒരു ഖലീഫ വരും, അദ്ദേഹം സമ്പത്ത് വാരിക്കൊടുക്കും, എണ്ണങ്ങൾക്ക് ആ സമ്പത്തിനെ ക്ലിപ്തപ്പെടുത്താൻ, എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് മഹദിയെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട സൂചനകളും ഒക്കെ നേരത്തെ ഇമാം അഹ്മദും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും ഉദ്ധരിച്ചത് നേരത്തെ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഉറപ്പിച്ചു പറയാൻ നിർവാഹമില്ല എന്നാണ് ഞാൻ ഈ അവലംബിക്കുന്ന രണ്ട് പുസ്തകങ്ങളിൽ. ഒന്ന് ഷെയ്ഖ് ഉമർ സുലൈമാൻ അൽ അഷ്കറിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട 8 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഒരവലംബം. മറ്റൊന്ന് ഈ വായിക്കുന്ന അസ്റാത്ത് സാ എന്ന് പറയുന്ന പുസ്തകം. അപ്പോ അതൊരു സൂചനയാണ്, ഞാൻ സൂചിപ്പിച്ചു, ഉറപ്പിച്ചു പറയാൻ നിർവാഹമില്ല. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിഷേധികളായ ആളുകൾ പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, അവരുടെ വാദത്തിന് തെളിവായി. അതെന്താണ്? ലാ മഹ്ദിയ്യ ഇല്ലാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയല്ലാതെ വേറെ ഒരു മഹ്ദിയില്ല എന്ന ഒരു ഹദീസ്. അപ്പൊ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ എന്ത് കിട്ടും? മഹ്ദി എന്ന ആര് തന്നെ? ഈസാ നബി തന്നെയാണ്. ഈസാ നബി അല്ലാത്ത വേറെ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന വേറൊരു മഹ്ദി വരാനില്ല. അപ്പൊ ആ മഹ്ദി എന്നറിയപ്പെടുന്നത് കള്ള ഹദീസാണ്. അത് ജൂതന്മാരുണ്ടാക്കിയതാണ്, ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, മുസ്ലിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ ശത്രുക്കൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ വാദത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഈ ഹദീസ് എടുത്തു പിടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഹദീസ് ഉണ്ട്. ഈ ഹദീസ് പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ ഇബ്നു മാജ അതുപോലെ തന്നെ ഇമാം ഹാക്കിം ഇവരെ പോലുള്ള ആളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ലാ യസ്ദാദുൽ അംറു ഇല്ലാ സിദ്ദ, കാര്യം കാഠിന്യത്തെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വല ദുനിയ ഇല്ല ഇദ്ബാറൻ, ദുനിയാവ് പിന്നോട്ട് പോകലിനെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വലന്നാസു ഇല്ല ഷുഹൻ, ജനങ്ങൾ പിശുക്കിനെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വലാ തഖൂമുസ്സാ ഇല്ല അലാ സിറാരിന്നാസ്, ഏറ്റവും ദുഷ്ടരായ ജനങ്ങളുടെ മേലല്ലാതെ അന്ത്യസമയം സംഭവിക്കുകയില്ല. ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്, അത് നേരത്തെ മുമ്പത്തെ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. എന്നിട്ട് പറയാൻ വലാ മഹ്ദിയ്യ ഇല്ല ഈസ ഇബ്നു മറിയം, ഈസാ നബി അല്ലാതെ വേറെ ഒരു മഹ്ദിയില്ല എന്ന് ഈ ഹദീസിന്റെ അവസാനത്തിലുണ്ട്. അപ്പൊ ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള വിശകലനം, ഇതിന്റെ പരമ്പരയിൽ മുഹമ്മദ് ബിൻ ഖാലിദ് അൽ ജുന്ദി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇദ്ദേഹം മുൻകറുൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത, തള്ളപ്പെടേണ്ട ആളാണ് എന്ന് പ്രമുഖ പണ്ഡിതനും ചരിത്രകാരനും അതുപോലെ തന്നെ ഹദീസ് നിരൂപകനുമൊക്കെയായ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബു അബ്ദുല്ല അൽ ഹാക്കിം മജ്ഹൂലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഹദീസ് ദുർബലമാണ്, വഹുവ മിമ്മൻ ലാ യുഹ്തജ്ജു ബിഹി, ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ ഖാലിദ് അൽ ജുന്ദി എന്ന് പറയുന്ന ആള് തെളിവെടുക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇബ്നു ഹജർ അസ്ഖലാനി മജ്ഹൂലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 3 ആളുകളായി. എന്നാൽ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പണ്ഡിതന്മാർ, ഇപ്പോ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ, ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി, ഇങ്ങനെ തുടങ്ങി ആധുനികരായ ഒട്ടേറെ പണ്ഡിതന്മാർ ഇതേ കാര്യം പറഞ്ഞ ഈ ഹദീസ് ദുർബലമാണ്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് ലഈഫയിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞവരാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഇബ്നു കസീർ അദ്ദേഹം ഇന്നഹു ഹദീസുൻ മശ്ഹൂറുൻ, ഇത് മശ്ഹൂറായ ഹദീസാണ്. ഈ മുഹമ്മദ് ബിൻ ഖാലിദ് അൽ ജുന്ദി എന്ന് പറയുന്ന ആള് അദ്ദേഹം കുഴപ്പമില്ല, ഇമാം ഷാഫിയുടെ ഗുരുവാണ്. ഇയാളിൽ നിന്ന് ഇമാം ഷാഫി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മജ്ഹൂലായ ആളല്ല. ഇമാം ഹാക്കിം പറഞ്ഞതുപോലെ ഇബ്നു മഈൻ ഇദ്ദേഹം തിഖത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇബ്നു കസീറിന്റെ ഈ വാചകത്തിൽ നിന്ന് വേറെ ചില ആളുകൾ ഇദ്ദേഹം കൊള്ളാവുന്നവനാണ് എന്നും വന്നിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ ആളുകളോ ഇയാൾ കൊള്ളാവുന്നവനല്ല, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് വിലയിരുത്തിയവരാണ്.
അപ്പൊ ഇതിൽ നിന്ന് ശരിയായി വസ്തുതയായി എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഒട്ടേറെ റിവായത്തുകളും ഹദീത്തുകളും സഹീഹായതും ഹസനായതും അതുപോലെ തന്നെ സഹീഹുൻ ലി ദാത്തിഹി, സഹീഹുൻ ലി ഗൈരിഹി, ഹസൻ ലി ദാത്തിഹി, ഹസൻ ലി ഗൈരിഹി, പിന്നെ അൽ ലഈഫുൽ മുൻജബിർ എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ പണ്ഡിതന്മാർ എണ്ണീട്ടുള്ള ഹദീത്തുകളും റിവായത്തുകളും ഒക്കെ പരിശോധിച്ചാൽ അതിനെതിരിൽ ഈ ഒരൊറ്റ ഹദീത്ത് കൊണ്ട് അതൊക്കെ തള്ളാൻ പറ്റുമോ? തള്ളാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇത് ഈ ഇബ്നു കസീർ പറഞ്ഞ ആളുകളുടെ വീക്ഷണമനുസരിച്ച് ഇത് സഹീഹാണ് എന്ന് വന്നാൽ തന്നെ അതിനെ ഏതു നിലക്ക് മനസ്സിലാക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി പറഞ്ഞു, ലാ മഹ്ദിയ കാമിലൻ മഅസൂമൻ ഇല്ലാ ഈസ എന്ന് പറഞ്ഞാൽ മഹ്ദിയാണ്, ഈസാ നബിയാണ് മഹ്ദി, വേറൊരു മഹ്ദി ഇല്ലാന്നല്ല. ഏറ്റവും പരിപൂർണനായ പാപസുരക്ഷിതനായ മഹ്ദി എന്ന് പറയുന്നത് ഈസാ നബിയാണ് എന്ന് പറഞ്ഞാൽ മഹ്ദിയേക്കാൾ മേലുള്ള ആളാണ് ആര്? അതേ കാലഘട്ടത്തിൽ തന്നെ ഈസ എന്നേ കിട്ടുള്ളൂ. സഹീഹാണെന്ന് വന്നാൽ അങ്ങനെ ജമ്മ ഇത് മനസ്സിലാക്കണം. ഇത് സഹീഹാണെന്നതുകൊണ്ട് മറ്റേ ഹദീതൊക്കെ തള്ളണം. അഹ്ലുസുന്നത്തിന് വിശ്വാസം നന്നായിട്ട് ഈ ഒരൊറ്റ ഹദീത്ത് കൊണ്ട് തള്ളണം. മറ്റതൊക്കെ പിന്നെ സഹീഹായ ഹദീത്തുകളാണ്. ഇത് വീക്ഷണ വ്യത്യാസമുള്ള ഹദീത്താണ്. അപ്പൊ വീക്ഷണ വ്യത്യാസമുള്ള ഹദീത്ത് കൊണ്ട് സഹീഹായതിനെ തള്ളുക എന്നതല്ലാതെ രണ്ടിനെ കൂടി എങ്ങനെ സംയോജിപ്പിക്കാൻ പറ്റും എന്ന് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ ആ നിലക്ക് മനസ്സിലാക്കാനേ നിർവാഹമുള്ളൂ. അപ്പോ ഇത് അല്ല നേരത്തെ പറഞ്ഞ കാര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടുന്ന് ആരോ പറഞ്ഞു, ബോംബെയിലോ ഇവിടെ എവിടെ ഒരു ചങ്ങായി മഹ്ദിയ എന്ന് വന്നിട്ടുണ്ട് എന്നിട്ടില്ലേ, ഇവിടെ തന്നെ കുറച്ച് ആക്കരയിൽ വസുവാസിലായിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ പറഞ്ഞ ഹദീസിൽ വന്ന എന്തടയാളമാണ് അവനുള്ളത് എന്ന് നോക്കണം. ഇപ്പം ഖുറൈശിയാണോ, അഹ്ലു ബൈത്ത്പ്പെട്ടവനാണോ, ഹസനദാന്റെ പരമ്പരയിൽ വന്നവനാണോ, ഈ പറഞ്ഞ നെറ്റിന്റെ മൂക്കിന്റെ ഒക്കെ അടയാളുണ്ടോ, അയാൾ ഇവിടെ നീതി നടപ്പിലാക്കുന്നുണ്ടോ? അന്ധകാരവും അനീതിയും നിറഞ്ഞ കാലഘട്ടത്തിൽ നീതി നടപ്പിലാക്കും. എന്ത് നീതിയാണ് ഈ പറഞ്ഞ ബോംബെക്കാരൻ മഹദി നടപ്പിലാക്കിയത്? അപ്പൊ ഒരു പുതുമ തോന്നേണ്ടതില്ല. കാരണം പണ്ടും കുറെ ആളുകൾ വന്നിട്ടുണ്ട് മഹദിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കള്ളൻ എന്ന് വിചാരിച്ചാൽ മതി. ഈ പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കിയ ഒരുത്തൻ ഈ ജാതി ഒരു കള്ളന്മാരുടെയും പിന്നാലെ പോവുകയില്ല. പഠിക്കാത്തത് കൊണ്ട് കാറ്റിനനുസരിച്ച് സഞ്ചരിക്കുന്നവൻ എല്ലാ